നമസ്കാരം. പ്രത്യേക ചർച്ചയിലേക്ക് സ്വാഗതം. കഴകം ജോലികൾക്ക് നിയമിച്ച ഈഴവ സമുദായത്തിൽപ്പെട്ട ആളെ കൂടൽമാണിക്യം ക്ഷേത്രം മാറ്റി നിർത്തിയെന്ന പരാതി കേരളം ചർച്ച ചെയ്യുകയാണ്. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് അഭിമുഖം നടത്തി യോഗ്യത കണ്ടെത്തി തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ഓഫീസ് ജോലി ചെയ്താൽ മതിയെന്ന നിർദ്ദേശം വന്നത്. ക്ഷേത്ര നിയമനങ്ങളിൽ അയിത്തം ആചരിക്കുന്നത് കുറ്റകരമാണെന്ന സുപ്രീം കോടതിയുടെ വിധിയുണ്ടായിട്ടും ദേവസ്വം ബോർഡിന്റെ ഈ നടപടി നിയമപോരാട്ടത്തിലേക്ക് കടക്കുകയാണ്. വെള്ളാപ്പള്ളി നരേശനും സ്വാമി സച്ചിദാനന്ദയും അടക്കമുള്ളവർ ഇതിനെതിരെ രംഗത്ത് വന്നു. ഇതിനിടെ കാരായ്മ വ്യവസ്ഥയെ ലംഘിച്ച് 5 വർഷമായി കഴകപ്രവർത്തി ചെയ്തിരുന്ന ആളെ മാറ്റിയ ദേവസ്വം ബോർഡാണ് കുറ്റക്കാരനാണ് തന്ത്രി പ്രതിനിധി ആരോപിക്കുന്നത്. ക്ഷേത്രാചാരങ്ങളും നിയമനങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ നടക്കുന്നതിനിടെയാണ് പുതിയ ഒന്ന് കടന്നു വരുന്നത്. ഇത്തരം വിവാദങ്ങൾ എന്ത് തരത്തിലാണ് നമ്മുടെ സമൂഹത്തെ ബാധിക്കുക എന്ന വലിയൊരു പ്രശ്നമുണ്ട്. കാരണം ക്ഷേത്രമെന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ വലിയൊരു കൂട്ടായ്മയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കൂട്ടായ്മ കൂടിയാണ്. കാരണം ഇത് ഈ വിശ്വാസപരമായ ഇടപെടലുകൾ സമൂഹത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഓരോ ക്ഷേത്രങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയും കൃത്യമായ കൂട്ടായ്മ അടക്കമുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഈ തരത്തിൽ മുന്നോട്ട് പോകുന്നത്, വിവാദത്തിലേക്ക് പോകുന്നത് നിയന്ത്രിക്കേണ്ടതിൻ്റെ ബാധ്യത സർക്കാരിനുമുണ്ട്, ദേവസ്വം ബോർഡുകൾക്കുമുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. സ്വാമി സച്ചിദാനന്ദ ഈ ചർച്ചയിൽ അതിഥിയായി ചേരുന്നുണ്ട്. ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ്, തിരുവനന്തപുരത്ത് നിന്നാണ് അദ്ദേഹം, വർക്കലയിൽ നിന്നാണ് ഈ ചർച്ചയിൽ ചേരുന്നത്. CK ഗോപി, കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ, ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ശ്രീ രാഹുൽ ഈശ്വറുണ്ട്, സാമൂഹ്യ നിരീക്ഷകൻ. ഡോക്ടർ TS ശ്യാംകുമാർ, ദളിത് ചിന്തകൻ, ആക്ടിവിസ്റ്റ്, ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ശ്രീ മുരളീധര വാര്യർ, ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹവും ഈ ചർച്ചയുടെ ഭാഗമായി കണ്ണൂരിൽ നിന്നും ചേരുന്നു. ആദ്യം സ്വാമി സച്ചിദാനന്ദ, ഇവിടെ നമുക്കറിയാം ഓരോ ക്ഷേത്രത്തിനും ഓരോ തരത്തിലുള്ള പ്രത്യേകതകളുണ്ട്, പരമ്പരാഗതമായ ആചാര്യ പ്രത്യേകതകളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ താന്ത്രിക സമ്പ്രദായങ്ങളുണ്ട്. പാരമ്പര്യമായി ജോലികൾ തലമുറകളായി കൈകാര്യം ചെയ്തു വരുന്ന രീതികളുമുണ്ട്. കൂടൽമാണിക്യം ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അതിൻ്റെ ലംഘനം നടന്നതാണോ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം? ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നമെന്ന് പറയാൻ സാധിക്കുന്നത് ജാതിപരമായിട്ടുള്ള വേർതിരിവ് കാണിച്ച് ഒരു പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളെ കഴകക്കാരനായി നിയോഗിച്ചത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് തന്ത്രിമാർ സമരത്തിലിറങ്ങിയതും അദ്ദേഹത്തെ നീക്കം ചെയ്തതുമാണ്. വാസ്തവത്തിൽ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് ഏത് ക്ഷേത്രങ്ങളിലും ക്ഷേത്ര ആചാരമനുസരിച്ച് ജീവിതം നയിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവിടെ ഏത് ജോലി ചെയ്യുവാനും അവകാശമുണ്ട്. അത് അംഗീകരിക്കേണ്ടത് തന്ത്രിമാരുടെയെല്ലാം കടമയാണ്. ഇന്നലെ ചെയ്തൊരബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം. അതിൽ മൂളായിക സമ്മതൻ രാജൻ എന്ന് കുമാരനാശാൻ എഴുതിയതുപോലെ ഏതെങ്കിലും വിധികൾ ഇന്ന ആളുകൾക്ക് പരമ്പരാഗതമായി വിധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാലഘട്ടത്തിൻ്റെ മാറ്റമനുസരിച്ച് തിരുത്തപ്പെടണം. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് പരമ്പരാഗതമായിരുന്ന വിശ്വാസങ്ങളുടെ പൊളിച്ചെഴുത്താണ്. ക്ഷേത്ര വിശ്വാസം അനുസരിച്ച് തന്ത്ര സമുച്ചയം സംബന്ധിച്ച് ശ്രീനാരായണ ഗുരുവിന് പ്രതിഷ്ഠ നടത്തുവാനോ ക്ഷേത്രം സ്ഥാപിക്കുവാനോ അവകാശമില്ല, അധികാരമില്ല. അതിനെ ലംഘിച്ചാണ് ഗുരു ക്ഷേത്രം സ്ഥാപിച്ചതും പ്രതിഷ്ഠ നടത്തിയതും കേരളത്തിൽ ആത്മീയവും സാമൂഹികമായൊരു വിപ്ലവം സൃഷ്ടിച്ചത്. അങ്ങനെയുള്ളൊരു പ്രവൃത്തി കേരളത്തിൽ ഗുരു നിർവഹിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ ക്ഷേത്ര പരിപാലകരായി ഇന്ന് കഴിയുന്ന ആളുകൾ കേരളത്തിൽ വളരെ ന്യൂനപക്ഷമായി പോകുമായിരുന്നു. കാരണം ജാതി അയിത്തം കൊണ്ട് ബഹുഭൂരിപക്ഷം ജനതയും മതം മാറി മറ്റു മതങ്ങളെ ആശ്രയിക്കേണ്ട ഒരവസ്ഥ വരുമായിരുന്നു. അത് വരാതെ ഗുരുദേവൻ പരിരക്ഷിച്ചു. ഇന്ന് ഈ സവർണ ജനവിഭാഗങ്ങളിൽ പലരും ഗുരുവിൻ്റെ ആ പ്രവർത്തനം കൊണ്ടാണ് ഇന്ന് ജീവിച്ചു വരുന്നത് എന്നുള്ള സത്യം അവരറിയുന്നില്ല. അതുകൊണ്ട് കാലഘട്ടത്തിൻ്റെ മാറ്റമനുസരിച്ച് ഇങ്ങനെയുള്ള ആചാരങ്ങൾക്ക്, അനുഷ്ഠാനങ്ങൾക്ക് മാറ്റമുണ്ടാകണം. കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത്
ബഹുഭൂരിപക്ഷം വരുന്ന അയിത്ത പിന്നോക്ക ജനവിഭാഗങ്ങളാണ്. അവരുടെ ധനം ഞങ്ങൾ സ്വീകരിച്ചു കൊള്ളാം, അവരുടെ സാന്നിധ്യം ഞങ്ങൾ സ്വീകരിച്ചു കൊള്ളാം, പക്ഷേ അവരിൽ ഒരാളെ പോലും ഞങ്ങൾ ഒരു ജോലിക്കായി നിശ്ചയിക്കില്ല. സൂചി കുത്തുന്നതിന് സ്ഥലം പാണ്ഡവർക്ക് കൊടുക്കല്ല എന്ന് പറയുന്ന മാതിരി വാദവുമായിട്ട് ഇനിയും നിൽക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. സ്വാമി സച്ചിദാനന്ദ, ഇവിടെ നമുക്കറിയാം ഈ ക്ഷേത്രങ്ങളിലൊക്കെ മാരാർ സമുദായത്തിൽപ്പെട്ടവരാണ് ചെണ്ട കൊട്ടുന്ന ചെണ്ടയും മറ്റും കൊട്ടുന്ന സംഗതികൾ കാലങ്ങളായി വരുത്തി വരുന്നത്. മാല കെട്ടുന്നത് വാര്യർ സമുദായത്തിൽപ്പെട്ടയാളാണ്. അങ്ങനെ ഒരു പരമ്പരാഗത രീതിയുണ്ട്. അതൊക്കെ പൂർണ്ണമായും മാറ്റുക എന്ന് പറയുന്നത് ഓരോ നേരത്തെ പാരമ്പര്യമായത് ലഭിച്ചു വന്നതാണ്, അവരുടെ രീതിയാണ്. അതുകൊണ്ട് ഉപജീവനം കഴിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് അത്തരം ചില ജോലികളുമായി ബന്ധപ്പെട്ട് 5 വർഷമായി അവിടെ ജോലി ചെയ്തു കൊണ്ടിരുന്ന ഒരാളെ മാറ്റി പെട്ടെന്നൊരാളെ നിയമിക്കുമ്പോഴുള്ള പ്രതിഷേധമാണ് എന്നാണ്. ഇങ്ങനെ മൊത്തത്തിൽ ഈ ഒരു മാറ്റം സംഭവിക്കുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പമുള്ള കാര്യമായി താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായും അത് മാറ്റത്തിന് വിധേയമാണ്. കാരണം ബ്രാഹ്മണ സമുദായത്തിന് വിധിച്ചിട്ടുള്ളത് പൂജയും ആരാധനയും പഠിപ്പുമൊക്കെയാണ്. പക്ഷെ അവർ ഹോട്ടലുകളിൽ ഇന്ന് ജോലി ചെയ്യുന്നുണ്ട്, അവർ വക്കീലന്മാരാകുന്നുണ്ട്, ജഡ്ജിമാരാകുന്നുണ്ട്. അവരുടെ പൂജാതി കർമ്മങ്ങൾ വിട്ട് മറ്റ് തൊഴിലുകളിലേക്ക് അവർ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ക്ഷേത്രം കേന്ദ്രീകരിച്ചുള്ള ഏത് ജോലി ചെയ്യുന്ന ഏതൊരു വ്യക്തിയും അതിൽ നിന്നും മാറി മറ്റുള്ള ആളുകളെ കൂടി ഉൾക്കൊള്ളാനുള്ള സന്മനോഭാവം അവരിൽ ഉണ്ടാകണം. ആ തരത്തിലുള്ള മാറ്റം നമുക്കറിയാം. താങ്കൾ നേരത്തെ ക്ഷേത്രത്തിൽ ഷർട്ട് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട്, ഷർട്ട് ഊരുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വളരെ വിപ്ലവകരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മുന്നോട്ട് വെച്ച ആളാണ്. പക്ഷേ അതിനെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങൾ വന്നു, രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായങ്ങൾ വന്നു. ഓരോ ക്ഷേത്രത്തിൻ്റെയും രീതികൾ തീരുമാനിക്കേണ്ടത് അതാത് ക്ഷേത്രത്തിലെ തന്ത്രിമാരാണ്. കാരണം അത്തരത്തിലൊരു കോടതി വിധിയുമുണ്ട്. ഈ കൂടൽമാണിക്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും കോടതി വിധിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തന്ത്രിമാരുടെ ഹിതമല്ലാതെ അവിടെ മറ്റൊരു കാര്യവും ചെയ്തുകൂടാ എന്നുള്ളത്. അങ്ങനെ ആ തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളെ മാറ്റിമറിക്കുക എന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമായി കരുതാനാവില്ല. ഈ ഷർട്ടുമായി ബന്ധപ്പെട്ട അന്ന് താങ്കൾ പറഞ്ഞ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് തന്നെ സമൂഹത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു. ക്ഷേത്രപ്രവേശന വിളംബരം 1936 നൽകിയത് തന്ത്രിമാരുടെ തീരുമാനം അനുസരിച്ചല്ല. ഇപ്പോഴത്തെ പിണറായി ഗവൺമെൻറ് പിന്നോക്കക്കാരെ ശാന്തിക്കാരായി നിയോഗിക്കാം എന്നൊരു തീരുമാനമെടുത്തു. അതും തന്ത്രിമാരുടെ തീരുമാനമനുസരിച്ചല്ല. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം മുതൽ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലുമായി ഇത്രയേറെ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചതൊന്നും തന്ത്രിമാരുടെ അഭിപ്രായം ആരാഞ്ഞല്ല. കാലഘട്ടത്തിൻ്റെ മാറ്റമനുസരിച്ച് ഏത് ആചാരത്തിനും പൊളിച്ചെഴുത്തുണ്ടാകും. അതുകൊണ്ട് കൂടൽമാണിക്യ ക്ഷേത്രം അവിടെ വന്ന് ദർശനം നടത്തുന്ന ബഹുഭൂരിപക്ഷം വരുന്ന അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളുടെ വികാരം കൂടി മാനിച്ചുകൊണ്ടുള്ള പ്രവർത്തന ശൈലി അവിടെ കരുപ്പിടിപ്പിക്കണം. ദയവായും തുടരുക സ്വാമി സച്ചിദാനന്ദ. താങ്കളിലേക്ക് വരാം. മറ്റ് അതിഥികളിലേക്കൊന്ന് പോയിട്ട് വാര്യർ സമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറി, കേരള വാര്യർ സമാജ ജനറൽ സെക്രട്ടറി ശ്രീ മുരളീധര വാര്യർ കൂടി ചേരുന്നുണ്ട്. ശ്രീ മുരളീധര വാര്യർ, ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്ന ഒരു പ്രസ് റിലീസ്, അത് തന്ത്രി പ്രതിനിധിയുടെ ഭാഗത്തു നിന്നാണ്. നെടുമ്പള്ളി തരണല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹം പറയുന്നത് കാരായ്മ വ്യവസ്ഥയെ ലംഘിച്ചുകൊണ്ടും 5 വർഷമായി കഴകപ്രവർത്തി ചെയ്തിരുന്ന ആളെ നോട്ടീസ് കാലാവധി പോലും നൽകാതെ പിരിച്ചുവിട്ടുകൊണ്ടുമുള്ള കൂടൽമാണിക്യം ക്ഷേത്രം ഭരണസമിതിയുടെ കുൽസിത നീക്കമാണ് എതിർത്തത് എന്നുള്ളതാണ്. ഇവിടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്, രാഷ്ട്രീയ ഇടപെടലുണ്ട്, കാരായ്മ അവകാശം ഇല്ലാതാക്കുന്ന പ്രക്രിയ ഇവിടെ നടന്നു എന്നുള്ളതാണ്. അധികാര വടംവലിയൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെന്നാണ്. ഇതിനെ നമുക്കറിയാം നിയമപരമായ ഒരു റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഇൻ്റർവ്യൂ നടത്തി അഭിമുഖം നടത്തി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് അവിടെ കഴകം പോസ്റ്റിലേക്ക് വരുന്നത്. അതിനെ അവരെ ആ തരത്തിൽ പ്രതിഷേധമുയർത്തി ആ ജോലി ചെയ്യിപ്പിക്കാതിരിക്കുക, പ്രഷർ ചെലുത്തിയിട്ട് മറ്റ് ജോലികളിലേക്ക് മാറ്റുക എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ഭൂഷണമാണ്, പ്രത്യേകിച്ചും നിയമപരമായി തന്നെ എല്ലാ രീതികളും കടന്നു വന്ന ഒരാളെ. നമസ്തേ. ഞാൻ സമസ്ത കേരള വാര്യർ സമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിലാണ് ഇവിടെ ഉള്ളത്. അങ്ങ് പറഞ്ഞ വിഷയത്തിൽ തൃശ്ശൂർ ജില്ലയിലെ കൂടൽമാണിക്യം ഭരതസ്വാമി ക്ഷേത്രത്തിലെ കാരായ്മ കഴകം എന്ന് പറയുന്നത് 12 മാസം 12 വാര്യങ്ങളിൽ നിന്നായി കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാരായ്മാവകാശം.
ഒരു കാലഘട്ടത്തിൽ ക്ഷേത്രത്തിലെ വരുമാനങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലും വാര്യങ്ങളിൽ നിന്നും സമീപത്തു നിന്നും ഒക്കെ സമാഹരിച്ചുകൊണ്ട് ദേവന്റെ ക്ഷേത്രത്തിലെ നിത്യനൈമിത്തികമായ കാര്യങ്ങൾക്ക് എന്നും മുൻപിൽ നിന്ന ഒരു വിഭാഗക്കാരായിരുന്നു കഴകക്കാർ. ആ കഴകക്കാരെ കാരാണ്മ അവകാശത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് മറ്റൊന്നിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് ബോർഡിലൂടെ തീരുമാനിക്കുന്നു പറയുമ്പോൾ എത്രയെത്ര കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ഈ കഴകം കൊണ്ട് മാത്രം ഉപജീവനം കഴിച്ചു പോകുന്ന ധാരാളം വാര്യന്മാരും അതുപോലെ അമ്പലവാസികളുമുണ്ട്. അവിടെ നമുക്കൊറ്റൊന്നേ ഉള്ളൂ, ഉള്ള കാരാണ്മ അവകാശം മാറ്റിക്കൊണ്ട് മറ്റൊരാളിലേക്ക് ഇത് പോകുന്നത്. ആര് കഴകം കഴിക്കുന്നുവല്ല, നമ്മുടെ അവകാശം, കാരാണ്മ അവകാശം നമുക്ക് സംരക്ഷിക്കപ്പെടണം. കാരണം അവിടെ ആചാര വിഷയത്തിൽ ആചാര സംഗ്രഹം എന്ന് പറയുന്ന വിശിഷ്ടമായ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ആചാര്യ വചനം ഗ്രാഹ്യം ക്ഷേത്രാചാര വൃത്തിഷു, അതുപോലെ തേഷാം തർക്കേഷു ദൈവജ്ഞം എന്ന് പറയുന്നുണ്ട്. ആ ക്ഷേത്ര വിഷയത്തിൽ അതിൻ്റെ അന്തിമ വാക്ക് എന്ന് പറയുന്നത് ആചാര്യനാണ്. ആ ആചാര്യ വചനം കേട്ടുകൊണ്ട് തന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ അനുഷ്ഠാനങ്ങളുമായി മുൻപോട്ടേക്ക് പോകണം. അവിടെ കാരാണ്മ സമസ്ത കേരള വാര്യർ സമാജത്തിലെ കഴകക്കാരെ സംരക്ഷിക്കാൻ വേണ്ട ഏത് കാര്യങ്ങളുമായും മുൻപോട്ടേക്ക് പോകും. കാരണം കഴകമാണ് നമ്മുടെ വാര്യന്മാരെ സംബന്ധിച്ച് നമ്മുടെ ഉപജീവന മാർഗം. അവിടെ ഏത് തരത്തിൽ കാരാണ്മ നീക്കാൻ ഒരു റിക്രൂട്ട്മെന്റ് ബോർഡിനും അവകാശമില്ല. അവിടെ ഇതിൻ്റെ ഈ പറഞ്ഞ നമുക്കറിയാം, ഈ തുടക്കത്തിൽ സർക്കാരിൻ്റെ സംവിധാനമാണ് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് എന്ന് പറയുന്നത്. അത് ആ തരത്തിൽ ഒരു നിയമനം നടത്തുന്നു, അതിനെ എതിർക്കുന്നു. അത് എത്രത്തോളം നേരത്തെ സ്വാമി സച്ചിദാനന്ദ പറഞ്ഞ പോലെ കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ രീതികൾ മാറണം, അതിനനുസരിച്ചുള്ള പരിഷ്കരണങ്ങൾ എല്ലാ മേഖലകളിലും വരണം, എല്ലാ തൊഴിലുകളും എല്ലാവർക്കും ചെയ്യാവുന്ന തരത്തിലേക്ക് വരുന്ന സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങണം എന്നുള്ളതാണ്. അതിനെ ഈ പറഞ്ഞതുപോലെ എതിർക്കുക എന്നുള്ളതിൻ്റെ പ്രശ്നമാണ് വലിയ വിമർശനം SNDPയുടെ ഭാഗത്തു നിന്നും ശിവഗിരി മഠത്തിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ കാലാനുസൃതമായി ആചാരങ്ങളിലെ പരിഷ്കരണം ഒക്കെ സംഭവിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി പൊതുവെ സമൂഹത്തിൽ ഉയരുന്നുണ്ട്. അല്ല, വാര്യർ സമാജത്തെ സംബന്ധിച്ച് നമ്മുടെ പാരമ്പര്യമായ പ്രവൃത്തിയെ നമുക്ക് സംരക്ഷിച്ച് മുൻപോട്ടേക്ക് കൊണ്ടുപോകണം. പാരമ്പര്യം വിട്ടുകൊടുക്കാൻ, ഉപേക്ഷിക്കാൻ നമുക്കാവില്ല. അത് നമ്മുടെ രക്തത്തിലുള്ളതാണ്. മറ്റത് ഏതൊക്കെ രീതിയിൽ ഏത് പ്രവർത്തനങ്ങൾക്കും സമാജം രണ്ട് കൈ നീട്ടി എല്ലാവരെയും സ്വീകരിക്കുന്നു. അവിടെ സവർണര്, അയിത്തം എന്നൊന്നും നമ്മുടെ ഇടയിലില്ല. പക്ഷെ നമ്മുടെ പാരമ്പര്യത്തെ, കാരാണ്മയെ അത് വിട്ടുകൊടുക്കാൻ വാര്യർ സമാജം തയ്യാറല്ല. അത് ബഹുമാനപ്പെട്ട സ്വാമിജി ഉൾക്കൊണ്ട് നമ്മൾ അവിടെ മറ്റൊരു വിവാദത്തിനല്ല, അവിടെ നമ്മുടെ പാരമ്പര്യം കാരാണ്മ, ഇന്ന് കാരാണ്മക്കാര് രാത്രി കിടമുറി വരെ എത്തിയ അവസ്ഥയിലെത്തി. ക്ഷേത്രത്തിലെ തന്ത്രി ആചാര്യൻ കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിലെ കഴകക്കാരനാണ് ആ ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിച്ച് പ്രവർത്തിക്കുന്നത്. ആ കഴകക്കാരൻ ഇന്ന് കാരാണ്മ സമ്പ്രദായത്തിലുള്ളവർ രാത്രി കാവൽ നിൽക്കുന്ന അവസ്ഥയിലേക്ക് വരെ ഈ റിക്രൂട്ട്മെന്റ് ബോർഡിലൂടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും തിരിച്ചു വരാം. ശ്രീ രാഹുൽ ഈശ്വർ വളരെ സങ്കീർണമായ കഴകം കഴിക്കുമ്പോൾ ആ കഴകക്കാരൻ മാത്രമല്ല തിരിച്ചു വരാം. രാഹുൽ ഈശ്വർ വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്. കാരണം ഒരു ക്ഷേത്രത്തിൻ്റെ തനിമയും അതിൻ്റെ ആചാര രീതികളും ഒക്കെ സംരക്ഷിക്കപ്പെടണം. ഒരുപാട് തർക്കം സമൂഹത്തിൽ പല കാലങ്ങളായി നടന്നു വരുന്ന ഒരു വിഷയമാണ്. പ്രത്യേകിച്ചും സ്വാമി സച്ചിദാനന്ദയൊക്കെ ഉയർത്തുന്ന നിരവധിയായ പുരോഗമന ആശയങ്ങളൊക്കെ സ്വീകരിച്ചവരുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അതിനെ എതിർക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതൊക്കെ ഒരു പ്രധാന കാര്യം. പക്ഷേ ക്ഷേത്രാചാരം എന്ന് പറയുന്നത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്, അതിൻ്റെ ഒരു സങ്കീർണത വളരെ വലുതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കൂടൽമാണിക്യം വിഷയത്തിലേക്ക് വന്നാൽ സർക്കാരാണ് നിയമിക്കുന്നത് ഒരാളെ കഴകം പോസ്റ്റിലേക്ക്. അവിടെ 6ഓളം തന്ത്രിമാർ ചേർന്ന് അതിനെ എതിർക്കുന്ന പശ്ചാത്തലമുണ്ടാകും. തുടർന്ന് ഇദ്ദേഹത്തെ ഓഫീസിലേക്ക് മാറ്റുകയാണ്. നമുക്കറിയാം അവിടെ ഒരു മാസത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവം നടക്കാൻ പോകുന്ന പശ്ചാത്തലമുണ്ട്. ആചാരങ്ങളുമായും അനുഷ്ഠാനങ്ങളുമായൊക്കെ താന്ത്രിക സമൂഹം സഹകരിച്ചില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് വലിയ തോതിലുള്ള പ്രശ്നങ്ങളായിരിക്കാം. ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കാം ഈ എതിർപ്പ് ഉയർന്നപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അനുരഞ്ജനത്തിലേക്ക് നീങ്ങുന്ന തരത്തിൽ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇതുവരെ ഈ പറഞ്ഞ നിയമിക്കപ്പെട്ട ആൾ പരാതിയുമായി വന്നിട്ടുമില്ല. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. ഏറ്റെടുത്തത് പറ്റിയതാണ്. ഇതെന്താണ് താങ്കൾക്ക് മനസ്സിലാകുന്നത്? ഇത്തരം പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണമെന്നുള്ളതാണ്. ഞാൻ ഇന്ന് ശ്രീ ബാലുവിനോട് സംസാരിച്ചിരുന്നു. അവിടെ ഇരിക്കുന്ന ആരാധ്യനായ, നമ്മളെല്ലാം ആദരിക്കുന്ന സച്ചിദാനന്ദ സ്വാമികൾക്കും വാര്യർ സമാജത്തിന്റെ ആൾക്കും എല്ലാം പ്രണാമം അർപ്പിക്കുന്നു. വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ്. ഇതിനെ ഒരു പരിഹാരത്തിലേക്കും സമവായത്തിലേക്കും എത്തണം. ആദരണീയനായ 6 തന്ത്രിമാരിലെ ഒരു തന്ത്രിയോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത്
പലപ്പോഴും നേരത്തെ വാര്യർ സമാജത്തിന്റെ ആൾ പറഞ്ഞതുപോലെ പരമ്പരാഗതമായി കെട്ടിവന്ന ആൾക്കാരെ മാറ്റുകയും തന്ത്രിമാരുടെ അടക്കം കൺസെന്റ് ഇല്ലാതെ, അനുമതി ഇല്ലാതെ ആണ് ഇദ്ദേഹത്തെ നിയമിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ്. അതിൽ ജാതിയോ സമുദായമോ ഒരു വിഷയമല്ല. ലോകഗുരുവായ, നമ്മളെല്ലാം വിശ്വഗുരുവായി കാണുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ സമുദായത്തിലാണ് ശ്രീ ബാലു ജനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ബാലു അടക്കം വളരെ കഴിവും പ്രാഗൽഭ്യമുള്ള വ്യക്തിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ ഞാൻ മുമ്പ് പരിചയമില്ല, ഇന്നാണ് അദ്ദേഹത്തെ ആദ്യമായി പരിചയപ്പെട്ടത്. ആ വിഷയം പക്ഷേ ഒരു സമവായത്തിലൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലലില്ലാതെ തീർക്കണം. ശ്രീനാരായണ ഗുരുദേവനൊക്കെ അങ്ങനെ ഒരു സമീപനമാണല്ലോ മുമ്പോട്ട് വെച്ചത്. ആരാധനായ സച്ചിദാനന്ദ സ്വാമികളോടും വളരെ താഴ്മയെ പറയാനുള്ളത്, അങ്ങൊക്കെ നിൽക്കുന്ന തലത്തിലല്ല ഞാനടക്കമുള്ള സാധാരണക്കാർ നിൽക്കുന്നത്. അപ്പോൾ അങ്ങ് നിലപാട് പറയുമ്പോൾ ഞങ്ങളെ അടക്കം കൂടി ഗുണദോഷിക്കാനും നിർദ്ദേശിക്കാനും ഒക്കെ അർഹതയുള്ള വ്യക്തിയാണ്, അധികാരമുള്ള വ്യക്തിയാണ്. അപ്പോൾ ഒരു സമവായത്തിന്റെ പാതയിലൂടെ തന്ത്രിമാരെയും കൂടെ വിശ്വാസത്തിലെടുത്ത് ദേവസ്വം പരസ്പരം പോരാടാതെ ഒരു അനുരഞ്ജനത്തിന്റെയും സമവായത്തിന്റെയും പാതയിലല്ലേ പോകേണ്ടത്. അപ്പം പലപ്പോഴും ഇത് ജാതിയുടെ ഒരു പ്രശ്നമല്ല എന്നാണ് തന്ത്രിമാർ പലപ്പോഴും ശക്തമായി പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പാരമ്പര്യത്തിന്റെ ഒരു പ്രശ്നമുണ്ട്, അവർക്ക് കിട്ടേണ്ട അവകാശങ്ങളുണ്ട്, തന്ത്രിമാരുടെ കൺസെന്റ് ഉണ്ട്, തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പൊ ഇതൊരു സെൻസിറ്റീവായ വിഷയമാണ്, വിശാല ഹിന്ദു കുടുംബത്തിനുള്ളിലെ വിഷയമാണ്. നേരത്തെ സച്ചിദാനന്ദ സ്വാമികൾ വളരെ ശരിയായി പറഞ്ഞതുപോലെ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ഹിന്ദു സമൂഹം ഈ രീതിയിൽ ഉണ്ടാവുമായിരുന്നില്ല. അതിനൊന്നും യാതൊരു തർക്കമോ സംശയങ്ങളോ ഇല്ല. പക്ഷെ ശ്രീനാരായണ ഗുരുദേവന്റെ സമീപനം പോലെ ഒരു മന്ദമാരുതനായി വന്ന് ആൾക്കാരെ കൂടെ വിശ്വാസത്തിലെടുത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും രീതിയിൽ വിയോജിപ്പുകളുണ്ടെങ്കിൽ പറഞ്ഞു തീർത്ത് മുമ്പോട്ട് പോകുന്ന ഒരു സമീപനം എടുക്കണം. ഇന്ന് ദേവസ്വം പ്രസിഡന്റ് അടക്കമുള്ള ചില പ്രസ്താവനകൾ കണ്ടു. ആർക്കെതിരെയും ആക്ഷൻ എടുക്കുകയല്ലല്ലോ നമുക്ക് വേണ്ടത്. അപ്പം പകരം തർക്കമില്ലാതെ, പ്രശ്നമില്ലാതെ പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുന്ന ഒരു സമീപനം. ജാതീയത നമ്മുടെ ഉള്ളിലെ തെറ്റാണ്. സമുദായങ്ങൾ എന്നും നിലനിൽക്കും, ജാതികളും സമുദായങ്ങളും നിലനിൽക്കും. പക്ഷേ ഈ ഉച്ചനീചത്വം നമ്മുടെ എന്നും ഇടയിലുള്ള പ്രശ്നമാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കം കാണില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വരുമ്പോൾ ഗവൺമെന്റ്, ദേവസ്വം ബോർഡ് മുമ്പോട്ട് വരികയും ഈ ഒരു വിഷയത്തിൽ ഒരു സമവായം കണ്ടെത്താൻ മുമ്പോട്ട് മേൽക്കൈ എടുക്കുകയും ചെയ്യണം. തന്ത്രിമാരെ ഏകപക്ഷീയമായി കുറ്റപ്പെടുത്തുന്നതോ ഒറ്റപ്പെടുത്തുന്നതോ ശരിയല്ല. പലപ്പോഴും ബ്രാഹ്മണ സമൂഹത്തിലുള്ളവർ തുറന്നവരുടെ അഭിപ്രായം പറയാറില്ല. അവർക്ക് വേണ്ട രീതിയിൽ തന്ത്രിമാർക്ക് തങ്ങളെ സമൂഹവും മാധ്യമവും കേൾക്കുന്നില്ല എന്ന വിഷമവും പരാതിയും ഉള്ളിലുണ്ട്. അവർ പറയുന്ന പല കാര്യങ്ങളെയും ജാതിയുടെ കള്ളിയിൽ മാത്രം ചേർത്ത് ഇവരെല്ലാം പിന്നോക്കക്കാരും അല്ലെങ്കിൽ ഇവരെല്ലാം മോശക്കാരും പിന്തിരിപ്പന്മാരുമാണെന്ന് ചിത്രീകരിക്കുന്നു എന്ന വിഷമമുണ്ട്. അപ്പൊ അവരെയും കൂടെ കേട്ടുകൊണ്ട്, മാത്രമല്ല മുമ്പ് ഞാൻ മനസ്സിലാക്കുന്ന കോടതിയിലടക്കം ഈ വിധി വന്നപ്പം കോടതിയിലടക്കം സമീപിച്ചൊരു ചരിത്രവും അപ്പം വളരെ സെൻസിറ്റീവായ സമുദായവും ജാതിയും വിശ്വാസവും എല്ലാം ചേരുന്ന ഒരു വിഷയമാണ്. അതിന്റെ സങ്കീർണത മനസ്സിലാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിയോ കൂടൽമാണിക്യത്തിന്റെ ഭരണാധികാരികളോ ഒക്കെ ഒരു അനുരഞ്ജന സമവായ ചർച്ചകൾ വിളിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരിക്കലും ജാതി അല്ല അവിടെ പ്രശ്നമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പകരം ഒരു അവകാശ തർക്കമാണ് യഥാർത്ഥത്തിൽ. ജാതി രാഹുല്, ജാതിയല്ല അവിടെ പ്രശ്നമെങ്കിൽ അതിനെ ആ തരത്തിലേക്ക് മാറ്റാനുള്ള മനഃപൂർവ്വമായ ശ്രമം നടക്കുന്നുണ്ട് എന്നൊരു വ്യാഖ്യാനം കൂടി താങ്കൾക്കുണ്ടോ? ഇപ്പോൾ താന്ത്രിക സമാജത്തിന്റെ പ്രസ് റിലീസിലൊക്കെ അത് കൃത്യമായി പറയുന്നുണ്ട്. അവിടെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഉത്സവങ്ങളാണ്. അവിടെ പക്ഷേ ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജോലികളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളുണ്ട് എങ്കിൽ പോലും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഹൈന്ദവ സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ കുറേ നാളുകളായുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഈ കൂടൽമാണിക്യത്തെ വിഷയത്തെ അങ്ങനെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. അല്ല, ആരെയും കുറ്റം പറയുന്നതല്ല. ജാതീയത നമ്മുടെ ചരിത്രത്തിലൊരു തെറ്റ് തന്നെയാണ്, ഇല്ലെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. വിവേകാനന്ദ സ്വാമികൾ നിനക്കൊക്കെ ഭ്രാന്താണ്, നീ താമസിക്കുന്ന ഭ്രാന്താലയമാണെന്ന് പറഞ്ഞത് അത് കാരണമാണല്ലോ. അവിടെയാണ് മഹാത്മാഗാന്ധിയും മഹാനായ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും മന്നത്താചാര്യനും മഹാത്മാ അയ്യങ്കാളിയും ഒരുപാട് പേര്, ശുഭാനന്ദ ഗുരുദേവനും തൈക്കാട് അയ്യാഗുരു അടക്കം ഒരുപാട് പേരാണ് നമ്മുടെ ഈ ഭ്രാന്താലയത്തെ ദേവാലയമാക്കി മാറ്റുന്നത്. അതോടൊപ്പം ചിലപ്പോഴെങ്കിലും ബ്രാഹ്മണ സമൂഹത്തെ ഒറ്റതിരിഞ്ഞാക്രമിച്ച് ജാതിയുടെ പേരിൽ ഹിന്ദു സമൂഹത്തെ പരസ്പരം തമ്മിൽ തല്ലിക്കാനുള്ള ശ്രമം ചില ആൾക്കാർ, പ്രത്യേകിച്ച് ഈ ലെഫ്റ്റ് ലിബറൽ മാധ്യമപ്രവർത്തകർ നടത്തുന്നുണ്ടോ? വേറെ ആരെയല്ല ഉദ്ദേശിക്കുന്നത്, ചില ലെഫ്റ്റ് ലിബറൽ മാധ്യമപ്രവർത്തകർ നടത്തുന്നുണ്ടോ എന്നൊരു സംശയം പലപ്പോഴും തോന്നാറുണ്ട്. അതായത് ജാതി എന്ന സെൻസിറ്റീവായ വിഷയത്തെ എടുത്ത് ഹിന്ദുക്കളുടെ ഇടയിൽ പരസ്പരം സ്പർദ്ധയുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിപ്പിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ചില പുരോഗമനവാദികൾക്കില്ലേ, അല്ലെങ്കിൽ മനസ്സിൽ ജാതി സൂക്ഷിക്കുകയും വെളിയിൽ പുരോഗമനവാദികളാണെന്ന് പറയുന്ന ചില മാധ്യമപ്രവർത്തകർക്കില്ലേ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവിടെയാണ് ഇവരെ എല്ലാം കേട്ടുകൊണ്ട്, തന്ത്രി സമാജത്തെ കേട്ടുകൊണ്ട്, വാര്യർ സമാജത്തെ കേട്ടുകൊണ്ട്, ശ്രീ ബാലു അടക്കമുള്ളവരെ കേട്ടുകൊണ്ട് ആ വിഷയത്തിൽ ഒരു സമവായവും അനുരഞ്ജനവും വേണം. ഇന്ന് ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരുന്നെങ്കിൽ അതായിരുന്നില്ലേ ചെയ്യുന്നത്? ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇണ്ടന്തുരുത്തി മനയിലെ നമ്പൂതിരി മഹാത്മാഗാന്ധിയെ കാണാൻ പോകില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി കാണാം എന്ന് പറഞ്ഞ ഒരാളല്ലേ നമ്മുടെ രാഷ്ട്രപിതാവ്. അദ്ദേഹത്തിന് എന്നെ കാണാൻ വരില്ലെങ്കിൽ ഞാൻ എന്നാ അങ്ങോട്ട് പോയി കാണാം. പ്രത്യേകിച്ച് ഈ വരുന്ന മാർച്ചിനും പ്രസക്തിയുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സച്ചിദാനന്ദ സ്വാമികൾക്ക് തിരുത്താം, മാർച്ച് 12-നാണ് ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഉണ്ടാവുന്നത്. അത് ഏകദേശം ഒരു നൂറ്റാണ്ടാവുന്നു.
അപ്പം ചരിത്രത്തിൽ അന്ന് ശ്രീനാരായണ ഗുരുദേവൻ മഹാത്മജിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി നമ്മളെല്ലാം ഒരിക്കൽ കൂടി, പ്രത്യേകിച്ച് മഹാത്മജി ഒരിക്കൽ കൂടി അവതരിക്കേണ്ടി വരും നമ്മുടെ പല സ്വാതന്ത്ര്യങ്ങളും നേടിയെടുക്കാൻ. അപ്പൊ ഇതൊരു സെൻസിറ്റീവ് വിഷയമാണ്, പരസ്പരം പറഞ്ഞ് പരസ്പര സമവായത്തിൽ തീർക്കേണ്ട വിഷയം. ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാനും ഹിന്ദുക്കളെ തമ്മിൽ തല്ലിക്കാനും ഹിന്ദു സമൂഹത്തിൽ അന്ധഛിദ്രം ഉണ്ടാക്കാനും ബ്രാഹ്മണരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനും ഉള്ള അവസരമായി ചില ആൾക്കാർ എടുക്കുന്നെങ്കിൽ അത് വളരെ മോശമാണ്. പകരം പരസ്പര യോജിപ്പോടുകൂടി പരസ്പര ഐക്യത്തോടുകൂടി ഇത്തരം കാര്യങ്ങൾ മുമ്പോട്ട് പോകണം. ശ്രീനാരായണ ഗുരുദേവന്റെ എന്താ പറയുക അനുഗ്രഹത്തോടു കൂടിയാണ് മന്നത്ത് പത്മനാഭൻ അവർ സവർണ ജാഥ നടത്തുന്നത്, മഹാത്മാഗാന്ധി അടക്കമുള്ള ആലോചിച്ച്. അപ്പം നമ്മുടെ ചരിത്രം, നമ്മുടെ നവോത്ഥാന നായകന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരുമിച്ച് സാഹോദര്യത്തോടുകൂടി നമ്മളെ ഒരുമിപ്പിക്കാനാണ് ശ്രമിച്ചത്. നമ്മളായിട്ട് നമ്മുടെ സമുദായങ്ങളെ തമ്മിൽ തെല്ലിപ്പിക്കാൻ ശ്രമിക്കരുത്. ജാതി വിരോധം കുത്തിവെച്ച് പരസ്പരം ഹിന്ദു ഐക്യം തകർക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം ആവരുതെന്നുള്ള അഭ്യർത്ഥന താഴ്മയായി മുമ്പോട്ട് വെക്കും. തിരിച്ചു വരാം ഡോക്ടർ ടി.എസ്. ശ്യാംകുമാർ. ഇവിടെ ഈ പറഞ്ഞതുപോലെ ഇതിനൊരു ജാതീയത കുത്തി നിറയ്ക്കാൻ, അല്ലെങ്കിൽ ജാതി വിഷയമാണ്, ചില വിവേചനങ്ങളാണ് എന്നുള്ള രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടിയാണ്. നമുക്കറിയാം, ഈ പറഞ്ഞ ക്ഷേത്രത്തിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ, ശ്രീ വി മുരളീധര വാര്യർ പറഞ്ഞതുപോലെ, ഈ ജോലിയുമായി ബന്ധപ്പെട്ട് ചില ചിട്ടകളും രീതികളും പാരമ്പര്യവും ഒക്കെ ഉണ്ട്. അവിടെ അത് നടത്തി വരുന്നത് നൂറ്റാണ്ടുകളായി ഈ പറഞ്ഞ സമുദായങ്ങളാണ്. ഈ വാര്യർ സമുദായമൊക്കെയാണ് മാലകെട്ടുമായി കഴിവുമായി ബന്ധപ്പെട്ട് ജോലിയൊക്കെ നടത്തുന്നത്. അവിടെ മറ്റൊരു രീതിയിൽ ഈ സംഗതിയെ എന്താണ് ഇവർ തമ്മിലുള്ള ഈ ഹിന്ദു ഐക്യവും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമം ചില ഭാഗങ്ങളിൽ നിന്നുണ്ടായതിൻ്റെ ഭാഗമായാണോ ഇത്തരത്തിൽ ചില വിവാദങ്ങൾ ഉണ്ടാകുന്നത് എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. അതിനോട് താങ്കൾക്ക് യോജിപ്പുണ്ടോ? ഇത് നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇവിടെ പാരമ്പര്യം എന്നൊരു കാര്യം പറഞ്ഞു. എന്താണ് പാരമ്പര്യം എന്ന് നമ്മൾ ആഴത്തിൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അത് ജാതിയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാരമ്പര്യം കേവലമായ പാരമ്പര്യമല്ല, അത് ജാതി പാരമ്പര്യമാണ്. എന്തുകൊണ്ടാണ് കഴകത്തിന് സവർണ അമ്പലവാസികൾ മാത്രം മാറി തീർന്നത്? അതിനുള്ള ഉത്തരം കേരളീയ തന്ത്രഗ്രന്ഥമായ കുഴിക്കാട്ടുപച്ചയിൽ പറയുന്നത്. കുഴിക്കാട്ടുപച്ചയിലെ 10-ാം മണ്ഡലത്തിൽ പറയുന്നത് ഞാൻ വായിക്കാം. മതിൽക്കകത്ത് ബൗദ്ധന്മാരും വെള്ളക്കാരും, പറയൻ, പുലയൻ, മണ്ണാൻ, കാടർ, വേലൻ, പാണൻ, കണിയാൻ, വാളൻ, ചേകോൻ, അരയൻ, ഇങ്ങനെ തീണ്ടലുള്ള ജാതികൾ കയറിയാൽ അശുദ്ധിയുണ്ട്. പുറത്തെ ബലിവട്ടത്തിനകത്ത് ആശാരി, കല്ലൻ, കൊല്ലൻ, മൂശാരി ഇവർ കയറിയാലും അശുദ്ധിയുണ്ട്. വിളക്കുമാടത്തിനകത്ത് വെളുത്തേടരും ക്ഷൗരക്കാരും കയറിയാൽ അശുദ്ധി. നാലമ്പലത്തിനകത്ത് സൂതക്യാശൗജാതികളും പതിതന്മാരും തട്ടാന്മാരും ഹീനജാതികളായ ശൂദ്രന്മാരും കയറിയാൽ അശുദ്ധിയുണ്ട്. ശവാശൗചികൾ മതിൽക്കകത്ത് കയറരുത്, അവർ ബലിവട്ടത്തിനകത്ത് കയറിയാൽ അശുദ്ധിയുണ്ട് എന്ന് വളരെ കൃത്യമായി കുഴിക്കാട്ടുപച്ചയിൽ പറയുന്നു. തന്ത്രസമുച്ചയത്തിലെ 10-ാം അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ക്ഷേത്രത്തിൽ പതിതർ പ്രവേശിക്കുന്നത് അശുദ്ധി. ഇതിൽ ആരാണ് പതിതർ എന്ന് തന്ത്രസമുച്ചയത്തിന്റെ വ്യാഖ്യാനമായ വിമർശനയിൽ പറയുന്നുണ്ട്. പതിതാദിവേശഃ പതിതാഹ സ്വകുലാഭ്രഷ്ടാഹ തേഷാം ചണ്ഡാലാദീനാം ച ഗോപുരാദന്തപ്രവേശഃ എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ ഭ്രഷ്ടരായവരോ ആദി ശബ്ദം കൊണ്ട് ചാതുർവർണ്ണ്യ ബാഹ്യരോ മ്ലേച്ഛർ പാഷണ്ഡർ മുതലായവർ പ്രവേശിച്ചാലോ ക്ഷേത്രം അശുദ്ധിയാകുമെന്നാണ് തന്ത്രസമുച്ചയത്തിലും തന്ത്രസമുച്ചയത്തിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ വിമർശിനിയിലും വിവരണത്തിലും കലശചന്ദ്രിക ഉൾപ്പെടെയുള്ള തന്ത്രപ്രായശ്ചിത്തം ഉൾപ്പെടെയുള്ള തന്ത്രഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പൊ ഇതിന്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അത് ജാതിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ എന്തുകൊണ്ടാണ് സവർണ അമ്പലവാസികൾക്ക് മാത്രമായിട്ട് കഴക ജോലി കിട്ടിയത്? അതിനൊരു ചരിത്രപരമായ വ്യവസ്ഥയുണ്ട്. കാരണം ഒരു പ്രത്യേക സവർണ വിഭാഗത്തിൽപ്പെട്ട അമ്പലവാസികൾക്ക് വിരുത്തിയായി ഭൂമി മാറ്റിവെച്ചുകൊണ്ടാണ് ആജീവനാന്ത അവർക്ക് കഴകവൃത്തി നൽകപ്പെട്ടത്. അങ്ങനെയാണ് കാരായ്മ വ്യവസ്ഥ കേരളത്തിൽ ഉറപ്പിക്കപ്പെട്ടത്. ഈ ചരിത്രം കാണാതെ ഇത് വളരെ സംശുദ്ധമായി നടന്നു പോകുന്ന ഒരു വ്യവസ്ഥാക്രമമാണെന്ന് എന്ന് പറയുന്നത് ചരിത്രപരമായി ശരിയല്ല. ഇനി ഒരു കാര്യം കൂടി ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇരിങ്ങാലക്കുട എന്ന് പറയുന്ന സ്ഥലം, കൂടൽമാണിക്യം ക്ഷേത്രം, ചരിത്രപരമായി തന്നെ അവർണരോട് അയിത്തം കാണിച്ച ഒരു ക്ഷേത്ര സങ്കേതമാണ് എന്ന് 1915 കൊച്ചി ഗവൺമെന്റ് ഗസറ്റ് പറയുന്നുണ്ട്. ആ ഗസറ്റ് ഞാനൊന്ന് വായിക്കാം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ 1900 കർക്കടകം 30, 1991 ധനു 17 വരെ നടത്തിവരുന്ന പഞ്ചസന്ത അടിയന്തരം അവസാനിക്കുന്നത് വരെ കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ 4 പുറയുള്ള ഇടവഴികളിൽ കൂടിയോ ഈ ക്ഷേത്രത്തിന്റെ തെക്കും പടിഞ്ഞാറുമുള്ള കുളങ്ങൾക്ക് സമീപത്തോടു കൂടിയോ ഹിന്ദുക്കളിൽ തീണ്ടലുള്ളവരോ ഹിന്ദുക്കളല്ലാത്ത മറ്റു ജാതിക്കാരോ ഗതാഗതം ചെയ്യുന്നതായാൽ ഈ ക്ഷേത്രത്തിന് അശുദ്ധി ബാധിക്കുന്നതിനും
തന്നിമിത്തം സമാധാന ലംഘനത്തിനും ഇടയുള്ളതായി നമുക്ക് കാണപ്പെട്ടിരിക്കയാൽ മേൽപ്പറഞ്ഞ വഴികളിൽ കൂടിയോ സ്ഥലങ്ങളിൽ കൂടിയോ മേൽപ്പറഞ്ഞ ജാതിക്കാർ ഇന്നു മുതൽ ധനു 17 വരെ ഗതാഗതം ചെയ്തു പോകരുതെന്ന് ഇതിനാൽ നാം കൽപ്പിക്കുകയും ഖണ്ഡിതമായി താക്കീതാക്കുകയും ചെയ്യുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഈ പ്രത്യേക സവർണ സമുദായത്തിന് ഈ കഴകവൃത്തി കിട്ടിയത്? അതിന്റെ ചരിത്രപരമായി ഇത്തരം കൊച്ചി ഗവൺമെന്റ് കത്തിട്ടുണ്ട്. ബാക്കി മുഴുവൻ ആളുകളെയും പുറന്തള്ളുന്ന ചാതുവർണ്ണ ഹിംസാക്രമം ഇരിങ്ങാലക്കുടയിൽ നിലനിന്നിരുന്നു. ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ അനുവദിക്കണം. അത് 1936 ക്ഷേത്രപ്രവേശന വിളംബരം വന്നപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് എതിരായിട്ട് ഒരു വലിയ ബ്രാഹ്മണ പൊതുയോഗം ഇരിങ്ങാലക്കുടയിൽ യോഗം കൂടി. അത് ആരൊക്കെയാണ് നമ്മൾ തിരിച്ചറിയണം. കൈമുക്ക് വൈദികനും വെളുത്തേടത്ത് തരണനെല്ലൂർ നമ്പൂതിരിപ്പാട് ഉൾപ്പെടെയുള്ള നമ്പൂതിരിമാർ, കിഴക്കേ മനക്കാട് രാമൻ നമ്പൂതിരിപ്പാടിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ എതിർത്തു എന്ന് മാത്രമല്ല 19/4/1937 ഇവർ അയിത്തജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം നൽകിയ തിരുവിതാംകൂർ ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്നവരെ അശുദ്ധരായി പ്രഖ്യാപിച്ചുകൊണ്ട് കൊച്ചി രാജാവിനോട് ശാസനം പുറപ്പെടുവിക്കാനുള്ള നിർദ്ദേശം നൽകുകൂടി ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്? പാരമ്പര്യം എന്ന് പറയുന്ന ജാതിയാണ്. അത് ജാതി അല്ലാതെ മറ്റൊന്നുമല്ല. ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാളോട് കാണിച്ച ഇവിടെ ഹിന്ദു ഐക്യത്തെയൊക്കെ പറ്റി പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് ഹിന്ദു ഐക്യത്തെ പറ്റി പറയുമ്പോൾ ബ്രാഹ്മണ മേധാവിത്വം ഊട്ടി ഉറപ്പിക്കുന്നതിനൊക്കെ ബ്രാഹ്മണർക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാ പറയുന്നത്. ഒരിക്കലും അവർണ സമുദായത്തിൽപ്പെട്ട ഒരാൾക്ക് നീതി കൊടുക്കുന്നതിനെ പറ്റി ചർച്ചയേ ഇല്ല. രണ്ട് കാര്യം. ഒന്ന്, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിഷ്ണുനാരായണൻ എന്ന് പറയുന്ന ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു ശാന്തി, അദ്ദേഹം ശബരിമല ക്ഷേത്രത്തിൽ മേൽശാന്തി ആകുന്നതിന് വേണ്ടി ഒരു അപേക്ഷ അയക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അപേക്ഷ പരിഗണിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ കേസിന് പോയത് അഖില കേരള തന്ത്രി സമാജമാണ് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഇവിടെ കാണേണ്ടതായിട്ടുണ്ട്. 2024 അഖില കേരള തന്ത്രി സമാജമാണ് തന്ത്രസമുച്ചയവും കുഴിക്കാട്ടുവച്ചയും പ്രയോഗമഞ്ജരി ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വിപ്രകുലീന കൃത സംസ്കയോഗ എന്നുള്ള തന്ത്രസമുച്ചയത്തുള്ള ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് ബ്രാഹ്മണന് മാത്രമേ പൂജാരിയെ നിയമനം കൊടുക്കാവൂ എന്ന് ഹൈക്കോടതിയുടെ മുമ്പാകെ വാദിച്ചത് ആരാണ്? അഖില കേരള തന്ത്രി സമാജം എന്ന് പറയുന്ന ബ്രാഹ്മണ തന്ത്രിമാരുടെ കൂട്ടായ്മയാണ്. അല്ലാതെ ഏതെങ്കിലും അവർണ സമുദായം അത് വാദിച്ചില്ല എന്നുള്ളത് നമ്മൾ കാരണം. അപ്പൊ ആരാണ് ജാതി പറയുന്നത്? ഇവിടുത്തെ അവർണരല്ല ജാതി പറയുന്നത്. ആരാണ് ജാതി? ബ്രാഹ്മണരെ മാത്രമേ പൂജാരിയാക്കാവൂ എന്ന് കോടതിയുടെ മുമ്പാകെ വാദിക്കുന്നത് ആരാണ്? മറ്റ് സമുദായങ്ങളിൽപ്പെട്ടവരല്ല. അഖില കേരള തന്ത്രി സമാജം എന്ന് പറയുന്ന ബ്രാഹ്മണ തന്ത്രിമാരുടെ കൂട്ടായ്മയാണ്. അപ്പൊ ഇത് ജാതിയല്ല, ഇത് ജാതി വ്യവസ്ഥയല്ല. ഇപ്പൊ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞു, ഹിന്ദുക്കളുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞു, വിശാല ഹിന്ദു ഐക്യം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇരിങ്ങാലക്കുടയിലെ ആ രേഖയിൽ എന്താണ് കണ്ടത്? ഹിന്ദുക്കളിൽ തന്നെ തീണ്ടലുള്ളവർ. ആ തീണ്ടലുള്ളവരെ തന്നെ ഇപ്പോഴും തീട്ടി പുറത്തു നിർത്തുന്ന വ്യവസ്ഥയല്ലേ നമ്മൾ കാണുന്നത്? ഇപ്പൊ പാരമ്പര്യത്തിന്റെ പേരിൽ മറ്റു മനുഷ്യരെ ഏറ്റവും ഹീനമായി കരുതുന്ന ഒരു വ്യവസ്ഥാക്രമം നമ്മുടെ രാജ്യത്ത് ഇത് ഭരണഘടനയ്ക്കെതിരാണ്. ശരി തിരിച്ചു വരാം. സ്വാമി സച്ചിദാനന്ദ, നമുക്കറിയാം നിയമപോരാട്ടത്തിനൊടുവിൽ അബ്രാഹ്മണരൊക്കെ പല ക്ഷേത്രങ്ങളിലും ശാന്തിമാരായി നിയമിക്കപ്പെടുന്ന പശ്ചാത്തലമൊക്കെ ഉള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. അതിന് സർക്കാരിൻ്റെയൊക്കെ പിന്തുണ വലിയ തോതിലുണ്ട്. അങ്ങനെ കാലാനുസൃതമായി താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ പല കാര്യങ്ങളിലും മാറ്റം വരണം എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. പക്ഷേ ഇങ്ങനെ ഒരു അസ്വസ്ഥതകൾ ഉണ്ടാക്കിക്കൊണ്ട് എല്ലാ തരത്തിലുമുള്ള ഒരു ഒരു ഐക്യം ഉണ്ടാക്കാതെ പലതരത്തിലുള്ള ഈ പറഞ്ഞ ചിന്തകൾ കയറ്റിവിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് സമൂഹത്തിൽ എത്രത്തോളം ഭൂഷണമാണ് എന്നുള്ളൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ ഈ പറഞ്ഞ ക്ഷേത്രങ്ങൾ, ഇതിലും വലിയ കൂടൽമാണിക്യം ക്ഷേത്രങ്ങളെക്കാൾ പോലും അതിലും ഒക്കെ കൂടുതലായി ആചാരക്രമങ്ങളുള്ള, തന്ത്രിമാരുടെ സ്വാധീനമുള്ള, ആചാരക്രമങ്ങളുള്ള, പാരമ്പര്യമായി നേരത്തെ പറഞ്ഞ ജോലി ചെയ്തു വരുന്ന ആളുകളൊക്കെയുള്ള നിരവധി ക്ഷേത്രങ്ങളുണ്ട്. അവിടെയും ഇത്തരം കാര്യങ്ങൾ കടന്നു വരുമ്പോൾ സമൂഹത്തിൽ ഇതൊക്കെ അസ്വസ്ഥത ഉണ്ടാക്കുന്നു എന്നതിനപ്പുറം മറ്റെന്ത് ഗുണമാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. ഈ ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ മാത്രമല്ല, കൂടൽമാണിക്യത്തിലും ഗുരുവായൂരിലും അതുപോലെ ചോറ്റാനിക്കരയിലും ഏറ്റുമാനൂരിലും ഇങ്ങനെയുള്ള പ്രമുഖമായ ക്ഷേത്രങ്ങൾ പോലെ തന്നെ ധാരാളം ക്ഷേത്രങ്ങൾ അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളും നടത്തുന്നുണ്ട്. അവിടെയൊന്നും കഴകക്കാരില്ല. ഞാൻ കഴിഞ്ഞ ദിവസം വിശ്വകർമ്മജരുടെ ഒരു ക്ഷേത്രത്തിൽ പോയി. അത്ര ഗംഭീരമായി ഭംഗിയായിട്ട് അവർ ക്ഷേത്രം നടത്തുന്നു. അവിടുത്തെ ദൈവീക കാര്യങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല. ഭേദവ്യത്യാസമില്ലാതെ എല്ലാവരും അവിടെ ചെന്ന് തൊഴുത് പ്രാർത്ഥിക്കുന്നുണ്ട്.
അപ്പോൾ ഈ ശ്യാംകുമാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജാതിവാദം എന്ന് പറയുന്നത് പരമ്പരാഗതമാണ്. അത് സവർണ ജനവിഭാഗങ്ങളാണ് ഇന്നും പിന്തുടരുന്നത്. ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന അധസ്ഥ പിന്നോക്ക ജനവിഭാഗങ്ങളാണ് ഹിന്ദുമതത്തെ സംരക്ഷിച്ച് നിലനിർത്തിയത്. അതിനവരുടെ മേൽ ചാട്ടവാറടി എപ്പോഴും അത് കെട്ടിക്കൊണ്ടിരിക്കുക. അവർക്ക് എത്ര കാലം അവർ സഹിക്കും? സഹിക്കാൻ പറ്റാത്ത ആളുകളാണ് മതം വിട്ട് മറ്റതിലേക്കൊക്കെ പോയത്. ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഹിന്ദു ഐക്യം പറയുന്ന, അതിനുവേണ്ടി ശ്രമിക്കണമെന്ന് പറയുന്ന രാഹുൽ ഈശ്വരെ പോലുള്ള ആളുകൾ സമവായം വേണം. ശരി, സമവായം നല്ലത് തന്നെ. പക്ഷെ ഗുരുദേവൻ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് എങ്ങനെയാണ്? ധീരമായൊരു പ്രവൃത്തിയാണ്. അന്ന് ആ ധീരമായ പ്രവൃത്തി ചെയ്തില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ആധുനിക കേരളം സൃഷ്ടമാകുമായിരുന്നില്ല. ഇനി ക്ഷേത്രങ്ങളൊന്നും ഇതുപോലെ പരിരക്ഷിക്കാനും സാധിക്കില്ല. അതുകൊണ്ട് കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഹിന്ദു ഐക്യമാണ് എങ്കിൽ ആ ഹിന്ദു ഐക്യം നിലനിർത്താൻ ഏറ്റവും കടമപ്പെട്ടവർ ഇവിടുത്തെ സവർണ ജനവിഭാഗങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം KPMSൻ്റെ ഒരു യോഗത്തിൽ പോയി. ആ സമ്മേളനത്തിൽ വെച്ച് ഞാൻ സംസാരിച്ച പ്രധാനപ്പെട്ട കാര്യം, ഈ രാജ്യത്ത് വേദമന്ത്രങ്ങൾ ന സ്ത്രീ ശൂദ്രോ വേദമതീയതാം, സ്ത്രീയും ശൂദ്രനും വേദം ചൊല്ലാൻ പാടില്ല, ഇത് ഇപ്പോഴും നിങ്ങൾ പിന്തുടരുന്നുവോ എന്ന് ചില ബ്രാഹ്മണനോട് ഞാൻ ചോദിച്ചപ്പോൾ ഞങ്ങളത് പിന്തുടരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കാലാനുസൃതമായത് മാറ്റം വരണം. നിങ്ങൾ വേദവും മന്ത്രവും ഒക്കെ അധസ്ഥിതർക്ക്, പിന്നോക്കർക്ക്, ദളിതർക്ക്, സ്ത്രീകൾക്കെല്ലാം ഉപദേശിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ ഹിന്ദുമതം നിലനിർത്തുവാൻ, സംരക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ ബഹുഭൂരിപക്ഷം വരുന്ന അയിത്ത പിന്നോക്ക ജനവിഭാഗങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് അവരുടെ പൈസയൊക്കെ ഞങ്ങൾക്ക് ആവശ്യമാണ്, അവരുടെ സാന്നിധ്യമൊക്കെ ഞങ്ങൾക്ക് ആവശ്യമാണ്, പക്ഷേ അവരിൽ ഒരാളെപ്പോലും ഞങ്ങൾ ജോലിക്കൊന്നും വെക്കില്ല എന്ന് പറയുന്നത് തികച്ചും അനീതിയാണ്. അവിടെ ഈ സമവായം, എങ്ങനെ സമവായം ഉണ്ടാക്കാൻ സാധിക്കും? സമവായം ഉണ്ടാക്കേണ്ടത് സവർണ ജനവിഭാഗങ്ങളാണ്. അവരുടെ ഹൃദയത്തിന് വിശാലത ഉണ്ടാകണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ ഈ കഴകക്കാരനെ നിർത്തിയതിൻ്റെ പേരിൽ അവിടെ ശുദ്ധികർമ്മം നടത്തിയെന്ന് പത്രങ്ങളിൽ വായിച്ചു. തന്ത്രിമാർ ശുദ്ധികർമ്മം നടത്തിയത്രേ. ഞാൻ പറയുന്നു, ആ ശുദ്ധികർമ്മം ഈ തന്ത്രിമാരുടെ ഹൃദയത്തിലാണ് ഉണ്ടാകേണ്ടത്. അവിടെ കുറച്ച് തീർത്ഥം തളിച്ച് കുറച്ച് മന്ത്രം ജപിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല. തന്ത്രിമാരുടെ ഹൃദയത്തിൽ ശുദ്ധി ഉണ്ടാകണം. അവരെ എല്ലാ ജനവിഭാഗങ്ങളെയും തുല്യമായി കാണാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകണം. പിന്നെ ജോലികൾ, അത് ഇന്ന് കാലത്തിന് മാറ്റം വന്നപ്പോൾ വാര്യ സമാജം മാല കെട്ടുന്ന ജോലി മാത്രമാണ് ചെയ്യുന്നത്. മറ്റ് ജോലികൾ എത്രയോ ആളുകൾ ചെയ്യുന്നുണ്ട്. ഓരോ സമുദായക്കാരും അങ്ങനെ ജാതി വിട്ടാണ് ജോലി ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കഴകക്കാർക്ക് മാത്രമായി വിട്ടുതരണമെന്നുള്ള പിടിവാശി ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. മറ്റ് ജനവിഭാഗങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ വികാരത്തെ മാനിച്ചുകൊണ്ട് ഹിന്ദു സമുദായത്തിൻ്റെ ഐക്യമാണെങ്കിൽ അതിന് വിശാലമായ ഹൃദയമുണ്ടാകണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അത് താങ്കൾ ഈ പറഞ്ഞത് വളരെ പ്രമുഖമായ, വളരെ ഈ പറഞ്ഞ പോലെ പ്രാധാന്യമുള്ളൊരു സന്ദേശമാണ്. പക്ഷേ അതിനുള്ള ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ സമൂഹത്തിനുള്ള പിന്തുണ എത്രത്തോളം ഉണ്ടാകുന്നു, പ്രത്യേകിച്ചും മുന്നോക്ക സമുദായത്തിൻ്റെ പ്രധാനികളുടെ ഭാഗത്ത് നിന്ന് എന്നൊരു പ്രശ്നമുണ്ടല്ലോ. പലരും ഇത് ഹിന്ദു ഐക്യം എന്ന് പറയും എങ്കിൽ പോലും അതിനെ യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമം ആത്മാർത്ഥമായി ആരുടെയൊക്കെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് എന്നൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ സ്വാമി. അല്ല, അതിലൊരു അവസരം വേണം. അത് സ്വാമി പറഞ്ഞതിന് ബാക്കി പറയാനുണ്ട്. സ്വാമി തിരിച്ചു വരാം, താങ്കളിലേക്ക് വരാം സ്വാമി സച്ചിദാനന്ദ. എന്താ പറഞ്ഞ ശ്രദ്ധിച്ചില്ല. അല്ല, ഞാൻ ചോദിച്ചത് ഈ ഹിന്ദു ഐക്യം എന്ന് ഒരുപക്ഷെ എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിനുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങൾ എത്ര ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതൊരു പ്രശ്നമാണല്ലോ. ഇത് നമുക്കറിയാം, ഐക്യം എന്നത് എല്ലാ മേഖലയിലും വേണ്ടതാണ്. സമൂഹത്തിൻ്റെ ശാന്തിക്കും സമാധാനത്തിനുമൊക്കെ ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത് എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതിലേക്ക് എത്തിച്ചേരാനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണെന്നാണ് താങ്കൾ കരുതുന്നത്? ഇതിൽ പ്രധാനപ്പെട്ടമായ തടസ്സം ബ്രാഹ്മണരുടെ സവർണ ജനവിഭാഗങ്ങളുടെ മനസ്സിന് മാറ്റം ഉണ്ടാകണം. അവർ താഴോട്ടിറങ്ങി വരണം. സാധുക്കളായ ആളുകളെ കൈപിടിച്ചുയർത്തുവാനുള്ള സന്മനോഭാവം ഉണ്ടാകണം.
ക്ഷേത്രങ്ങളിൽ കുറേ ജോലികളിലെങ്കിലും മറ്റുള്ളവരെ കൂടി നിയോഗിക്കുവാൻ അവർ തയ്യാറാകണം. അത് ഞങ്ങൾക്ക് മാത്രം കുത്തകയായിട്ടുള്ളതാണ് എന്ന് ശഠിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ഇപ്പോൾ ഇവിടെ ഒരാളെ നിയമിച്ചത് ക്ഷേത്രത്തിലെ ശാന്തിയോ മേൽശാന്തിയോ ആകാനല്ല. താഴെയുള്ള ഒരു ജോലി, കഴകക്കാരൻ എന്നുള്ള ജോലി, അതുപോലും ഞങ്ങൾ കൊടുക്കില്ല എന്ന് പറയുന്നത് ഒരിക്കലും ധർമ്മത്തിനും നീതിക്കും ചേരുന്നതല്ല. ശരി, ശ്രീ മുരളീധര വാര്യർ, ഈ പറഞ്ഞതുപോലെ എല്ലാ ജോലികളും എല്ലാവരും ചെയ്യുന്ന ഒരു കാലത്തിലേക്ക് വരണം. ചില ജോലികൾ അവരവരുടെ കുത്തകകളാക്കരുത്. കാരണം എല്ലാ സമുദായത്തിൽപ്പെട്ടവരും മറ്റു പല ജോലികളും ഇപ്പോൾ ചെയ്തു തുടങ്ങിയ കാലഘട്ടമാണ്. കാലം മാറി, ഒരുപാട് മാറി. പണ്ടത്തെ കാലഘട്ടമൊന്നുമല്ല. വിദേശത്തും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ പോയി ജോലി ചെയ്യുന്ന ആളുകളൊക്കെ നിങ്ങളുടെ സമുദായത്തിലുമൊക്കെ ഉണ്ടാകാം. അങ്ങനെ മാറ്റങ്ങൾ വരുമ്പോൾ ഈ ജോലി ഞങ്ങൾ തന്നെ ചെയ്യുമെന്ന് ശഠിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് സ്വാമി ചോദിക്കുന്നത്. അല്ല, അതിലെ സ്വാമിജി പറഞ്ഞ വിഷയത്തിൽ തന്നെ സ്വാമിജി എന്താ പറഞ്ഞത്? പല ക്ഷേത്രങ്ങളിലും കഴകക്കാരായി പല ആളുകളും വന്നിട്ടുണ്ട്, കഴകം കഴിക്കുന്നുണ്ട് എന്ന് സ്വാമി തന്നെ ഇപ്പോഴും ഇവിടെ പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം അവിടെ ഉറപ്പാണ്, സമസ്ത കേരള വാര്യർ സമാജത്തെ പല ക്ഷേത്രങ്ങളിലും നിങ്ങൾ കഴകം പല ക്ഷേത്രങ്ങളിലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പറയൂ സ്വാമി, പറയൂ. ആ സ്വാമി ഇപ്പൊ പറഞ്ഞു. സ്വാമി കുറച്ച് നേരത്തെ സംസാരിച്ചപ്പോ പറഞ്ഞത് പല ക്ഷേത്രങ്ങളിലും കഴകം കഴിക്കാൻ പല ആളുകളും ഉണ്ട് എന്ന് സ്വാമിജി പറഞ്ഞിരുന്നു. അത് വേണമെങ്കിൽ സ്വാമി വേണമെങ്കിൽ ഇത് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി അത് കേട്ടു നോക്കും. നേരത്തെ അങ്ങ് പറഞ്ഞില്ല പല ക്ഷേത്രങ്ങളിലും ഇത് കഴിഞ്ഞതിന് ശേഷം സ്വാമി റിപ്പീറ്റ് ചെയ്ത് കേട്ടോ. അല്ല, ഒന്ന് സ്വാമി പറഞ്ഞ ഒന്ന് വ്യക്തമാക്കാം. സ്വാമി എന്താണ് നേരെ ഞാനുമായി പറഞ്ഞത് കേട്ടില്ല. എന്താണ് സ്വാമി ഉദ്ദേശിച്ചത് എന്താണെന്ന് വ്യക്തമാക്കിയിട്ട് ശ്രീ മുരളീധര വാര്യർക്ക് മറുപടി പറയാം. അതെ, ഓക്കെ. സ്വാമി സച്ചിദാനന്ദ, ഞാൻ പറയുന്നത് ഈ ക്ഷേത്രങ്ങളിലുള്ള ജോലികൾ, വൈദിക കർമ്മങ്ങൾ, താന്ത്രികമായ കർമ്മങ്ങൾ, അതൊന്നുമല്ലോ ഇപ്പോൾ ഇവിടെ ആവശ്യപ്പെട്ടത്. ഒരു കഴകക്കാരൻ്റെ ജോലിയാണ്. അതുപോലും ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് ശഠിക്കുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല. ആ കാര്യങ്ങളിൽ സവർണ ജനവിഭാഗങ്ങളാണ് താഴേക്കിടയിൽ നിൽക്കുന്ന ജനവിഭാഗങ്ങളെ കൈപിടിച്ചുയർത്തുന്നതും സഹായിക്കേണ്ടതും. ഹിന്ദു ഐക്യം എന്ന് പറയുന്ന ആളുകൾ, ആ ഐക്യം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? സവർണ ജനവിഭാഗങ്ങളാണ് അതിനുവേണ്ടി കൂടുതലായും ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ്. ഞാൻ മറ്റ് ക്ഷേത്രങ്ങൾ ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളല്ലാതെ ശ്രീനാരായണ പ്രസ്ഥാനം നടത്തുന്ന ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. അതുപോലെ മറ്റ് സമുദായങ്ങൾ നടത്തുന്ന ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിലൊക്കെ ഈ വാര്യന്മാരോ നമ്പൂരിമാരോ ആണ് എല്ലായിടത്തും പൂജ നടത്തുന്നത് പറയാൻ സാധിക്കില്ല. ശരി, അവിടെ ഈ പൂജ നടത്തുന്നതും ആരാധന നടത്തുന്നതും ഒക്കെ തന്നെയും ജാതി വ്യത്യാസമില്ലാതെയാണ്. ശരി, അതുകൊണ്ട് അവിടെ ദൈവത്തിന്റെ ചൈതന്യത്തിന് ഒരു ലോപവും ദയവായി സ്വാമി തിരിച്ചു വരാം. ദയവായി ശ്രീ മുരളീധര വാര്യർ മറുപടി പറഞ്ഞോട്ടെ. ദയവായി ജനവിഭാഗങ്ങൾ ശ്രീ മുരളീധര വാര്യർ മറുപടി പറഞ്ഞോട്ടെ. പറയൂ. അല്ല, അതില് ഈ കഴകം എന്നത് ഒരു കാലഘട്ടത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ക്ഷേത്രത്തിന്റെ സമീപത്തും ഓരോ ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾക്ക്, അവിടുത്തെ ദേവന്, അവിടുത്തെ ആചാരങ്ങൾക്ക്, അവിടുത്തെ അനുഷ്ഠാനങ്ങൾക്കനുസരിച്ചാണ് ഓരോ വിഭാഗക്കാരെ ഈ ക്ഷേത്രത്തിന്റെ സമീപത്ത് കൊണ്ടുപോയി താമസിപ്പിച്ചതും. ആ കാലഘട്ടത്തിൽ ഒരു സാമ്പത്തികമില്ലാത്ത കാലഘട്ടത്തിലും ക്ഷേത്രത്തിലെ ദേവനെ സ്വന്തം വാര്യങ്ങളിൽ നിന്നോ സ്വന്തം ഇല്ലങ്ങളിൽ നിന്നോ നിവേദ്യത്തിന് കൊണ്ടുപോയി ദേവന് നിവേദ്യ കാര്യങ്ങൾ അനുഷ്ഠിച്ച കാലഘട്ടമുണ്ട്. അന്നൊന്നും ഈ കാരാണ്മയുടെ കാര്യത്തിലോ ഈ അനുഷ്ഠാനത്തിന്റെ കാര്യത്തിലോ ആരും മുന്നോട്ട് വന്നിട്ടില്ല. ഇപ്പോൾ സാമ്പത്തികമായ കാര്യങ്ങൾ വരുമ്പോഴും മാത്രം നമ്മൾ ഒരു വിശാല ചിന്താഗതി ആവണമെന്ന് പറയുന്നതിലും ചില ലോജിക്ക് എവിടെയോ അതിൻ്റെ അപാകതയുണ്ട്. മറ്റൊന്ന്, കഴകം തരുന്നതിൽ എന്താണ്? കഴകം സ്വാമി ആര് കഴകം കഴിക്കുന്നതിലേക്കും വാര്യർ സമാജത്തെ സംബന്ധിച്ച് അതിനൊന്നും വിരോധം പറഞ്ഞിട്ടില്ല. മറിച്ച് ഒരു കാരാണ്മയെ ഇല്ലാതെ കണ്ടാക്കി മറ്റൊരു കഴകക്കാരനെ അവിടെ നിയമനം കൊടുക്കുന്നതാണ് സമസ്ത കേരള വാര്യർ സമാജത്തിനെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത്. അവിടെ ആ കാരാണ്മ ഒരു കാരാണ്മ അവിടെ ഇരിക്കെ
മാസം 12 കഴകം നടത്താൻ അവിടെ ആളുകൾ ഇരിക്കെയാണ് ഇങ്ങനെ ഒരു നിയമനം വരുന്നത് എന്നുള്ളത്. എവിടെയാണ് ഒരു പുനർചിന്തനം വേണ്ടത് എന്ന് രാഹുൽ ഈശ്വർ നേരത്തെ പറഞ്ഞതുപോലെ അതിനോടാണ് സമസ്ത കേരള വാര്യ സമാജം ആലോചിക്കാറ്. ഒരു വിശാലമായ ചിന്താഗതി വേണം. ഒരു കുടുംബത്തെ ഇല്ലാതെ കണ്ടാക്കി നമുക്ക് അവിടെ കയറി ഇരിക്കണമെന്ന് പറയുന്നതിനോട് മാനസികമായി യോജിക്കാൻ വേണ്ടി സ്വാമിയെ പോലുള്ള ആളുകൾ കുറെ കൂടി, കാരണം യസ്മിൻ ദേശീയ ആചാര ശ്രുതിസ്മൃതി വിരോധേന സദാചാര ഉച്യത എന്ന് പറയാറുണ്ട്. ഏതൊരു ദേശത്ത് ഏതൊരു ആചാരമാണോ അത് സദാചാരമായി കണക്കാക്കിക്കൊണ്ട് മുൻപോട്ടേക്ക് പോകണമെന്നും പൂർവികർ എഴുതി വെച്ചിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ ബലപ്പെടുത്തിക്കൊണ്ട് ഒരു ക്ഷേത്രത്തിലെത്തുന്ന സമയത്ത് അവിടെ അയിത്തമൊന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല, എല്ലാവരും തുല്യരാണ്. പക്ഷേ ഒരാളുടെ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ കഴകപ്രവൃത്തി, ആ കുടുംബം കാലങ്ങളായി ഇതുകൊണ്ട് കഴിഞ്ഞു പോകുന്ന കുടുംബം, ആ കുടുംബത്തെ ഇല്ലാതെ കണ്ടാക്കി അവിടെ മറ്റൊരു പോസ്റ്റ് അനുവദിക്കുന്നതിനെയാണ് സമസ്ത കേരള വാര്യ സമാജത്തിനോട് വിയോജിപ്പ് എന്ന് പറയാതിരിക്കാൻ ഈ ഒരു സന്ദർഭത്തിൽ പറ്റില്ല. കാരണം വാര്യ സമാജത്തെ സംബന്ധിച്ച് നമ്മുടെ പാരമ്പര്യ പ്രവൃത്തി നമ്മളിൽ അത് നിന്ന് മാറ്റിവാക്കുമുണ്ടാകുന്ന പ്രയാസമാണ് നമുക്കുള്ളത്. ശരി, ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ സ്വാമി പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, സ്വാമിജിയോട് ഒരു കാര്യം അദ്ദേഹത്തിന്റെ അവസരം വരുമ്പോൾ അദ്ദേഹം സംസാരിക്കട്ടെ. അടുത്ത എനിക്ക് ആദ്യം തന്നെ സ്വാമിജിയോട്, പ്രത്യേകിച്ച് സച്ചിദാനന്ദ സ്വാമികളെ വ്യക്തിപരമായി അറിയുകയും അദ്ദേഹത്തോടൊപ്പം ഓണമൊക്കെ ചെലവഴിക്കാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഞാൻ 1-2 കാര്യങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഒന്ന്, എന്താ പറയണേ, ഒരു വിഷമമായിട്ട് പറയുകയാണെന്ന് കരുതണം. ചരിത്രപരമായി ബ്രാഹ്മണരും പ്രത്യേകിച്ച് സവർണ വിഭാഗങ്ങളും വലിയ രീതിയിലൊരു അരികു ചേർക്കപ്പെടലും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഒക്കെ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ബ്രാഹ്മണ സമൂഹത്തിൽ തന്നെ അങ്ങേക്ക് അറിയാവുന്നതുപോലെ ഒരുപാട് നമ്പൂതിരിമാരും മറ്റും അഷ്ടിക്ക് കഷ്ടിയില്ലാതെ ബുദ്ധിമുട്ടുകയും പലരുടെയും വേതനങ്ങളൊക്കെ, ഞങ്ങൾ തന്നെ ഒരുപാട് തവണ ദേവസ്വം ബോർഡിൽ കയറി ഇറങ്ങിയതാണ്. 3000-4000 രൂപയ്ക്ക് സുധാകർ സാർ ഇരുന്നപ്പോൾ അദ്ദേഹമാണ് കുറച്ചെങ്കിലും റിവൈസ് ചെയ്തത്. പലതും ഗ്രേഡ് ഏറ്റവും മോശം ജീവനക്കാരും മറ്റുമാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് അപ്പോൾ ഒരു ഇൻസെക്യൂരിറ്റി, ഒരു അരക്ഷിത ബോധം പലപ്പോഴും ഈ സവർണ ഹിന്ദു സമൂഹത്തിൽപ്പെട്ട പലർക്കും ഉണ്ട്. പരമ്പരാഗതമായി കിട്ടി നിന്ന ഏതെങ്കിലും വരുമാന മാർഗ്ഗങ്ങളടക്കം, ഇതൊന്നും വരുമാനത്തിന് വേണ്ടിയല്ല ചെയ്യുന്നത്, ധർമ്മമാണെന്ന് കണ്ടാണ് ചെയ്യുന്നത്. നേരത്തെ ശ്രീ മുരളീധര വാര്യർ പറഞ്ഞതുപോലെ ഈ അമ്പലങ്ങൾക്കൊക്കെ ഒരു വരുമാനം ഇല്ലായിരുന്ന കാലത്ത് പോലും സ്വന്തം വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്ന്, സ്വന്തം ഭാര്യങ്ങളിൽ നിന്ന് എടുത്തോണ്ട് വന്ന് ഈ ദേവന് സമർപ്പിച്ചാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. എന്നിരുന്നാലും ഇന്നത്തെ കാലത്തിൽ ഒരുപാട് സവർണ സമൂഹങ്ങൾ ഒരു ഇൻസെക്യൂരിറ്റി, രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ സാമ്പത്തികമായ സാമൂഹികമായ അരികു ചേർക്കൽ, പ്രത്യേകിച്ച് കേരളം, തമിഴ്നാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന പോലെ തമിഴ്നാട്ടിലൊക്കെ കുറെ കൂടെ ദ്രാവിഡ പ്രസ്ഥാനങ്ങളുടെ വളർച്ച കാരണം രൂക്ഷമായിരുന്നു. അങ്ങനെയാണ് വലിയൊരു ശതമാനം ബ്രാഹ്മണ സമൂഹം അടക്കം സവർണ സമൂഹങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് വിട്ട് അമേരിക്ക അടക്കമുള്ള വിദേശങ്ങളിലേക്ക് പോയത്. പക്ഷെ അങ്ങ് ഒരു കാര്യം പറഞ്ഞത് വളരെ ശരിയാണ്. ഞങ്ങൾ അടക്കമുള്ള ആൾക്കാർക്ക് ഇത്തരം എന്താ പറയുക പിടിച്ചുവെക്കൽ മനോഭാവം പാടില്ല. 2011 ശ്രീനാരായണ ഗുരുദേവന്റെ സമുദായത്തിൽ നിന്നും ചട്ടമ്പി സ്വാമിയുടെ സമുദായത്തിൽ നിന്നും 2 പേരെ, 10 വർഷം പൂജാ യോഗ്യതയുള്ള 2 പേരെ ശബരിമല മേൽശാന്തിയായി ഞാൻ മുൻകൈ എടുത്താണ് ഒരു നിർദ്ദേശം കൊടുക്കുകയും അവരുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കണം തുടങ്ങിയ പോരാട്ടങ്ങൾ ഞങ്ങൾ ചെയ്യുകയും ചെയ്തു. ദൗർഭാഗ്യവശാൽ അത് വിജയിച്ചില്ല എന്നുള്ള സത്യമാണ്. അത് ഫലപ്രദമായില്ല, വിജയിച്ചില്ല, വേണ്ട പിന്തുണ കിട്ടിയില്ല എന്നുള്ള സത്യമാണ്. അങ്ങടക്കമുള്ള മുതിർന്നവർ ഒരുപക്ഷെ ഗവൺമെന്റിലും ദേവസ്വം ബോർഡിലും ഒരു സമവായത്തിന് വേണ്ടി ശ്രമിക്കുകയും ആൾക്കാരെ വിശ്വാസത്തിലെടുക്കുക അല്ലെങ്കിൽ എല്ലാവരെയും കൂടി ഒരുമിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു സമീപനം എടുക്കണം. കാര്യം ഞങ്ങൾ അടക്കമുള്ളവർ പലപ്പോഴും വേണ്ട രീതിയിൽ പറഞ്ഞാൽ, പ്രത്യേകിച്ച് CPM സർക്കാർ അടക്കമുള്ള ആൾക്കാർ പലപ്പോഴും കേൾക്കാറില്ല, പല കാര്യങ്ങളിലും അനുകൂലമായ സമീപനം ഉണ്ടാകാറില്ല. അപ്പം അങ്ങ് അടക്കമുള്ളവർ ഗവൺമെന്റിനോടും ദേവസ്വം ബോർഡിനോടും ഒക്കെ എല്ലാരെയും വിളിച്ചിരുത്തി ചർച്ച ചെയ്ത് ഒരു കുടുംബത്തിനുള്ളിലെ പ്രശ്നമാണ്, ഹിന്ദു കുടുംബത്തിനുള്ളിലെ പ്രശ്നമാണ്. ആ ഹിന്ദു കുടുംബത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ആചാര്യന്മാരായും നേതാക്കളായും നമ്മൾ കാണുന്ന SNDP NSSനെയാണ്, അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമിയും ശ്രീനാരായണ ഗുരുദേവനെ ഒക്കെയാണ്. അപ്പൊ ആ അർത്ഥത്തിൽ ആ ഹിന്ദു സമൂഹത്തിനുള്ളിൽ പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പ്രശ്നങ്ങളുണ്ട്. ഞങ്ങളുടെ ഇടയിൽ ചില പിടിവാശികളുണ്ട്. CPM ഗവൺമെന്റ് വളരെ നല്ല രീതിയിലാണ് യദുവിനെ നമ്മുടെ പൂജയ്ക്ക് വേണ്ടി വെച്ചത്. പക്ഷെ ഞങ്ങളുടെ ഇടയിലുള്ള കുറച്ച് ഹാർഡ് ലൈനേഴ്സോ അല്ലെങ്കിൽ കടുപ്പമേറിയ നിലപാടെടുക്കുന്നവർ അതിനെ എതിർത്തു എന്നൊക്കെയുള്ള സത്യമാണ്. പക്ഷേ കാലത്തിന്റെ പല മാറ്റങ്ങളും അങ്ങനെ വരുന്നതാണ് എന്നുള്ള തിരിച്ചറിവിൽ അങ്ങടക്കമുള്ളവർ അല്ലെങ്കിൽ മുതിർന്നവർ ഒരു നേതൃത്വപരമായ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശരി, തിരിച്ചു വരാം. ശ്രീ ഡോക്ടർ TS ശ്യാംകുമാറിലേക്ക് വരണം. വളരെ പെട്ടെന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ശ്യാംകുമാർ, സച്ചിദാനന്ദ സ്വാമി മുന്നോട്ട് വെച്ച വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ താങ്കൾ കേട്ടിട്ടുണ്ട്. അതിനോട് ശ്രീ മുരളീധര വാര്യർ നൽകിയ ഒരു മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അവർ ഇതിനൊന്നും എതിരല്ല, ഇത്തരം കാര്യങ്ങൾ ഈ ജോലികൾ ചെയ്യുന്നതിനെതിരല്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ചില സ്ഥലങ്ങളിൽ അങ്ങനെ സംഭവിക്കുന്നതിനെ എന്തിന് അവിടെ കടന്നു കയറുന്നൊരു പശ്ചാത്തലമൊക്കെ ഒരുക്കുന്നു, ഒരു വാശിയോടെ അതിനുള്ള ശ്രമങ്ങൾ എന്തുകൊണ്ട് നടത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ തരത്തിൽ നമുക്ക് ചെയ്യാവുന്ന സ്ഥലങ്ങളിൽ അത് ചെയ്യുക. ഈ പറഞ്ഞതുപോലെ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നിടത്ത് അതുകൊണ്ട് ജീവിക്കുന്ന ചില ആളുകളുണ്ടാവാം, വർഷങ്ങളായി ഇത്ര പണിയെടുക്കുന്ന ആളുണ്ടാവാം. അവരുടെ ജോലി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇത്തരം സംവിധാനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്?
ഇത് വളരെ തെറ്റിദ്ധാരണ വരുത്തുന്ന ഒരു പ്രസ്താവനയാണ് ഇവിടെ താങ്കൾ നടത്തിയത് എന്ന് പറയാതിരിക്കാൻ നടത്തിയില്ല. ഒന്ന്, ഇവിടെ ഞാൻ ആദ്യം 2-3 വസ്തുതാവിരുദ്ധമായ വാദങ്ങൾ എനിക്ക് അഡ്രസ് ചെയ്യട്ടെ. ഒന്ന്, സാമ്പത്തികമില്ലാത്ത കാലത്താണ് ഈ ക്ഷേത്രത്തിൽ കഴകവൃത്തി ചെയ്തത് എന്ന് തീർത്തും ചരിത്രവിരുദ്ധമായ പ്രസ്താവനയാണ്. ധാരാളം 8-ാം നൂറ്റാണ്ട് മുതലുള്ള വാഴപ്പള്ളി ചെപ്പേട് മുതൽ ഇങ്ങോട്ടുള്ള തിരുവല്ല ഗ്രന്ഥവരി, തിരുപ്പുലിയൂർ ഗ്രന്ഥവരി മുതലായിട്ടുള്ള ക്ഷേത്ര ഗ്രന്ഥവരികളെല്ലാം തെളിയിക്കുന്നത് കഴകവൃത്തി ചെയ്തവർക്ക് വിരുത്തിയായി ഭൂമി നൽകിയിട്ടാണ് അവർക്ക് ക്ഷേത്ര സേവനം അവർ ചെയ്തുകൊണ്ടിരുന്നത്. വിരുത്തിയായി ഭൂമി നൽകുക എന്ന് പറഞ്ഞാൽ പാടവും പറമ്പും ഒക്കെ നൽകിയിട്ടാണ് അവർ ക്ഷേത്ര സേവനം ചെയ്തിരുന്നത്. അതുകൊണ്ട് സാമ്പത്തികമില്ലാത്ത കാലത്താണ് ഇവർ ഈ സേവനം ചെയ്തത് എന്നുള്ളത് കേരള ചരിത്രം പഠിക്കുന്നവരോടുള്ള വെല്ലുവിളിയായിട്ടാണ്, അവരോടുള്ള പരിഹാസമായിട്ടാണ് സാമ്പത്തികമില്ലാത്ത കാലത്താണ് സേവനം ചെയ്തത് എന്നുള്ള വാദം. 2, ഇവിടെ ഒരു സദാചാരത്തെ പറ്റി ഒരു ശ്ലോകം ചൊല്ലി. പക്ഷെ ആ ശ്ലോകം ചൊല്ലിയപ്പോൾ ഒരു വരി അദ്ദേഹം വിട്ടു. ആ വരി ഞാൻ ചൊല്ലാം. വർണ്ണാനാം സാന്തരാളാനാം സദാചാര ഉച്ചതേ. മനുസ്മൃതിയുടെ ശ്ലോകമാണ്. സദാചാരം എന്ന് പറയുന്നത് ചാതുർവർണ്ണയത്തിൽപ്പെട്ടവരുടെയും അന്തരാള ജാതികളുടെയും ആചാരത്തെയാണ് സദാചാരം എന്ന് പറയുന്നത് മനുസ്മൃതി പറയുന്നുണ്ട്. പക്ഷെ ആ വരി അങ്ങ് വിട്ടിട്ടാണ് മുരളീധര വാര്യർ ബാക്കി വരി ഒക്കെ ചൊല്ലി സദാചാരത്തെ വ്യാഖ്യാനിച്ചത്. അതുകൊണ്ട് മനുസ്മൃതിയിൽ പറയുന്ന സദാചാരം ജാതി സദാചാരം എന്നൊന്ന് ഊന്നി പറയേണ്ടതായിട്ടുണ്ട്. ഇവിടെ രാഹുലീശ്വർ ഉന്നയിച്ചൊരു വാദവും നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടതായിട്ടുണ്ട്. വളരെ ജനാധിപത്യപരമായിട്ടാണ് ഞാൻ ആ വിഷയത്തെ ഇവിടെ സമ്മതിക്കുന്ന. ഒട്ടും അദ്ദേഹത്തോടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസഹിഷ്ണുതയോ വെച്ചിട്ടൊന്നും അല്ല. രാഹുലീശ്വരനോട് അത്തരത്തിലുള്ള അസഹിഷ്ണുതയൊന്നും എനിക്കില്ല. പക്ഷെ ഒരു വസ്തുതാ വിരുദ്ധ പരാമർശം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് എന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണർക്ക് വലിയ രീതിയിൽ, സവർണർക്ക് ഒരുപാട് ദാരിദ്ര്യം ഇപ്പൊ അനുഭവിച്ചു വരികയാണ്, അവർ പുറന്തള്ളപ്പെടുകയാണെന്ന് പറയുന്ന യുക്തി തീർത്തും തെറ്റാണ്. അങ്കുൽ പലിവാളിന്റെ പഠനം സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സർവകലാശാലകളിലെ 97% തസ്തികകളിലും സവർണരാണെന്നാണ്. മാനവവിഭവശേഷി മന്ത്രാലയം പാർലമെന്റിൽ വെച്ച കണക്ക് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ IIT-കളിലെ 6049 അധ്യാപക തസ്തികളിൽ 121 പേരൊഴിച്ച ബാക്കി മുഴുവൻ സവർണരാണ്. കേരളത്തിലെ വ്യത്യസ്ത ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ള കോളേജുകളിൽ ദളിതരുടെയും ആദിവാസികളുടെയും അധ്യാപക തസ്തിക വട്ടപൂജ്യമാണ്. ബാക്കി മുഴുവൻ സവർണരാണ്. സുപ്രീം കോടതി ജഡ്ജിമാരിൽ 33 പേര് ബ്രാഹ്മണരാണ്. ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ എണ്ണമെടുത്താൽ എല്ലാം സവർണരാണ്. പിന്നെ സവർണര് ദാരിദ്ര്യം അനുഭവിക്കുന്നു, കഷ്ടപ്പാട് അനുഭവിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇത് കണക്കുകളുമായിട്ട് യോജിച്ചു പോകുന്ന ഒന്നല്ല. മറ്റൊരു പ്രശ്നം അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇത് ഹിന്ദു കുടുംബത്തിന്റെ പ്രശ്നമാണ്, വിശാല ഹിന്ദു കുടുംബത്തിന്റെ പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. ഇത് വഴിതിരിച്ചുവിടാനുള്ള വാദമാണ്. ഇത് വിശാല ഹിന്ദു കുടുംബത്തിന്റെ പ്രശ്നമല്ല. ഇത് ഭരണഘടനാ ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യമാണ്. ഇത് ജനാധിപത്യത്തിന്റെ പ്രശ്നമാണ്. ഇത് സമത്വത്തിന്റെ പ്രശ്നമാണ്, സാഹോദര്യത്തിന്റെ പ്രശ്നമാണെന്നുള്ളതാണ് കാണേണ്ട കാര്യം. തീർച്ചയായും അല്ല, ആകെ സുപ്രീം കോടതിയുടെ ഇപ്പോഴുള്ള ലിമിറ്റ് 33 ജഡ്ജിമാരാണ്. ആ 33 ജഡ്ജിമാരും ബ്രാഹ്മണരാണോ? പറയുമ്പോ എന്തെങ്കിലും കോട്ട് ചെയ്ത് പറയണ്ടേ? അദ്ദേഹത്തിന് തന്നെ കൊടുക്കാം. ശ്യാംകുമാർജി 33 ജഡ്ജിമാരിൽ 33 പേരും ബ്രാഹ്മണരാണെന്നാണോ പറയുന്നത്? ഇപ്പൊ അങ്ങനെയാണ് പറഞ്ഞത്. പിൻവലിക്കാൻ തയ്യാറാവോ? ഭൂരിഭാഗം ജഡ്ജിമാരും ബ്രാഹ്മണരാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ അല്ല നേരത്തെ പറഞ്ഞത്. 33 എന്ന നമ്പർ എടുത്ത് 33 ജഡ്ജിമാരും ബ്രാഹ്മണരാണെന്ന് പറഞ്ഞാണ്. അങ്ങേക്ക് വീണ്ടും നോക്കാം. അങ്ങ് പറയുന്നത് ഒരു കാര്യം സത്യമാണ്. അദ്ദേഹം ആ കണക്ക് മാത്രമല്ല രാഹുൽ ഈശ്വർ പറഞ്ഞത്. അദ്ദേഹം മറ്റ് പല കണക്കുകളും പല മേഖലകളിലെ കണക്കുകൾ വ്യക്തമാക്കി. രാഹുൽ അല്ല, അദ്ദേഹം പറഞ്ഞ കണക്കിലെ പെട്ടെന്നൊരു കാര്യം ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞതിന്റെ സ്പിരിറ്റ് സൂചിപ്പിക്കുന്നു, അത് അംഗീകരിക്കുന്നു. അതായത് അംബേദ്കറെ കുറിച്ച് മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, അംബേദ്കർ നമ്മുടെ തലതല്ലി പൊളിക്കുന്നില്ല, അംബേദ്കർ സവർണറുടെ തലതല്ലി പൊളിക്കുന്നില്ല, അത് തന്നെ അംബേദ്കറുടെ ഭാഗത്തു നിന്നുള്ള ആത്മനിയന്ത്രണമാണ്. മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. ചരിത്രപരമായി നമുക്കെല്ലാം തെറ്റുകൾ, പ്രത്യേകിച്ച് സവർണ സമൂഹങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. എന്നാൽ വിശിഷ്യ ഇപ്പൊ നോർത്ത് ഇന്ത്യയുടെ കാര്യമാണ് അദ്ദേഹം കൂടുതൽ സൂചിപ്പിച്ചത്. കേരളത്തിലാകട്ടെ തമിഴ്നാട്ടിലാകട്ടെ ഒരു റിവേഴ്സ് ട്രെൻഡ് ഉണ്ട് എന്ന് പലരും ശ്രദ്ധിച്ചു കാണണം, വിശിഷ്യ തമിഴ്നാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ. അപ്പൊ അവിടെയാണ് നമുക്ക് ഇന്ന് വേണ്ടത്. എന്താ നമുക്ക് ഇന്ന് വേണ്ടത്? ഒരു സന്തുലനമാണ്, സമവായമാണ്. അതിന് ഞാനടക്കമുള്ള ചെറിയ പ്രായമുള്ളവർ ശ്രമിക്കുന്നതിനെ കാട്ടി സ്വാമിജി അടക്കമുള്ളവർ നേതൃത്വം കൊടുത്താൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒന്നോ രണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കാണും. പക്ഷേ വിശാല അർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച സമുദായത്തിൽ, ഹിന്ദു സമൂഹത്തിൽ ജനിക്കാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് ഞാനെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ മന്നത്ത് പത്മനാഭനോ ചട്ടമ്പി സ്വാമിയോ ഒക്കെ ജനിച്ച് അവരാണ് ഹിന്ദുക്കളെ ഒന്നാക്കിയത്. ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന ഹിന്ദു സമൂഹം നിലനിൽക്കില്ലായിരുന്നു. ഇന്ന് കാണുന്ന 90% ഹിന്ദുക്കളും ഉണ്ടാവുമായിരുന്നില്ല. അപ്പോൾ ചരിത്രത്തിലെ നമ്മുടെ തെറ്റുകൾ ഉൾക്കൊണ്ട് ആരെയും കുറ്റം പറഞ്ഞു അകറ്റി നിർത്താനുമല്ല, സമവായത്തിന്റെ പാത സ്വീകരിച്ചുകൊണ്ട് പോകണം. ശ്രീനാരായണ ഗുരുദേവൻ അടക്കം ആ സമവായത്തിന്റെ പാത സ്വീകരിച്ചുകൊണ്ടാണ് നമ്മളടക്കമുള്ള ഹിന്ദു സമൂഹം ഇന്ന് നിലനിന്നത് എന്ന് മാത്രമാണ് എൻ്റെ അഭ്യർത്ഥന. സ്വാമി ഇവിടെ നമുക്ക് ഈ പറഞ്ഞതുപോലെ
തർക്കങ്ങൾ ഈ വിഷയത്തിൽ ഒരുപാട് ഉണ്ടാകുമെങ്കിൽ പോലും ആത്യന്തികമായി വേണ്ടത് എന്താണ്, ഇതിലൊക്കെ ഒരു അനുരഞ്ജനമാണ്, സമാധാനമാണ്. ഈ ജാതിയും മതവും പറഞ്ഞുള്ള പോരാട്ടം അവസാനിപ്പിക്കേണ്ട സമയമാണ്. ഈ മേധാവിത്വം എന്നുള്ളത് മാറി നിൽക്കണം, എല്ലാവർക്കും തുല്യ അവകാശം കിട്ടണം. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ കൂടി. കാരണം കാലം, താങ്കളൊക്കെ എപ്പോഴും പറഞ്ഞ കാലം മാറി, ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കണം. അതിനിപ്പോൾ ആരുടെ മുകളിൽ വരണം എന്നുള്ളതിന് അപ്പുറത്ത് എല്ലാ ആളുകൾക്കും തുല്യത ലഭിക്കുന്ന ഒരു സമയത്തേക്ക്, കാലത്തേക്ക് മൊത്തത്തിൽ എത്തണം. അതിന് നമ്മുടെ ഭരണ സംവിധാനങ്ങളും അതിലുള്ള എല്ലാ തരത്തിലുമുള്ള രാഷ്ട്രീയ വ്യത്യാസങ്ങൾ, ഈ മുതലെടുപ്പുകളൊക്കെ മാറ്റിവെച്ച് നമ്മുടെ ഭരണ സംവിധാനങ്ങളും അതിലുള്ള ശ്രമങ്ങൾ നടത്തേണ്ട പശ്ചാത്തലം കൂടിയുണ്ട്. അതൊക്കെ സംഭവിക്കും, അല്ലെങ്കിൽ സംഭവിക്കുന്നുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇവിടെ രാഹുലീശ്വര ഈ സമവായം എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ സമവായത്തിന് നിൽക്കേണ്ടത് എന്നും ഈ അടിച്ചമർത്തപ്പെട്ട പിന്നോക്ക ജനവിഭാഗങ്ങൾ മാത്രമാണോ? സവർണ ജനവിഭാഗങ്ങളും അതിന് തയ്യാറാകേണ്ടേ? ഞാൻ കഴിഞ്ഞ ദിവസം ശിവഗിരി തീർത്ഥാടന വേളയിൽ അമ്പലത്തിൽ ഉടുപ്പിട്ടുകൊണ്ട് പ്രവേശിക്കാം എന്നുള്ള അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അതിനു മുൻപ് ചിദാനന്ദപുരി സ്വാമി പറഞ്ഞു, ഒരു വിമർശനവും എതിർപ്പും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചില ഭാഗത്തു നിന്നും വലിയ എതിർപ്പായി. അതിനുശേഷം ഞാൻ പറഞ്ഞു, ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി പാൻറ്റിൻ്റെ പുറകെ വളരെ മുഷിഞ്ഞു നാറിയ ഒരു മുണ്ടുകൂടി കൊടുത്തേ പ്രവേശനമുള്ളൂ. ഇതൊക്കെ മാറ്റേണ്ടതല്ലേ? ഇതൊക്കെ ഇങ്ങനെ ഒരു മുണ്ടെടുത്തുകൊണ്ട് കയറിക്കൊണ്ട് ദൈവപ്രീതി എന്തെങ്കിലും ദൈവപ്രീതി അവിടെ ലഭിക്കാൻ പോകുന്നുവോ? മാറ്റപ്പെടേണ്ടത് മാറ്റപ്പെടണം. അവിടെ സമവായമല്ല വേണ്ടത്. അതിന് ധീരമായ തീരുമാനമെടുക്കണം. ആ തീരുമാനങ്ങളെ സവർണ ജനവിഭാഗങ്ങൾ ഉൾക്കൊള്ളണം. കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങളെ അംഗീകരിക്കുവാൻ തയ്യാറാകണം. അതല്ലാതെ അത് സ്വാമി അത് ഹിന്ദു ഐക്യമാണ്, ഹിന്ദു ഐക്യത്തിന് വേണ്ടി അധസ്ഥിതർ ഇപ്പോൾ ഇതിനു വേണ്ടി മുറവിള കൂട്ടിയാൽ ഹിന്ദു ഐക്യം തകർന്നു പോകും എന്ന് പറയുന്നതിനൊന്നും അർത്ഥമില്ല. ഹിന്ദു ഐക്യം എന്ന് നിലനിർത്തേണ്ട ബാധ്യത ഈ അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് മാത്രമാണോ ഉള്ളത്? എന്തുകൊണ്ട് സവർണ ജനവിഭാഗങ്ങൾ അതുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഇപ്പോൾ ഒരു കഴകക്കാരനെ വെച്ചപ്പോൾ തന്നെ തന്ത്രിമാരവിടെ സമരത്തിനിറങ്ങി. തന്ത്രിമാർ സമരത്തിനിറങ്ങാൻ പാടുണ്ടോ? അതൊന്ന് ചിന്തിക്കുക. സമരത്തിനിറങ്ങുന്നത് ശരിയാണോ തന്ത്രിമാർ? സ്വധർമ്മം അനുഷ്ഠിക്കുന്ന ഭഗവത്ഗീതയുടെ വചനം അനുസരിച്ച് ഒരു തന്ത്രി സമരത്തിന് പോകുന്നത് സ്വധർമ്മമല്ല, പരധർമ്മമായി പോകും. ശരി, ദയവായി എന്നോട് ക്ഷമിക്കുക, സമയക്കുറവുണ്ട്, ഇടപെടുകയാണ് സ്വാമി. വളരെയധികം നന്ദി. ഏറെ ആദരവോടെ സ്വാമി സച്ചിദാനന്ദ ഇത്രയും സമയം ഞങ്ങൾക്കൊപ്പം ചിലവഴിച്ചതിന്. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീ CK ഗോപി, കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ, അദ്ദേഹം എത്തുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ അത് എത്തിയില്ല. ശ്രീ രാഹുൽ ഈശ്വർ, സാമൂഹ്യ നിരീക്ഷകൻ, ഈ ചർച്ചയുടെ ഭാഗമായി. ഡോക്ടർ TS ശ്യാംകുമാർ, ദളിത് ആക്ടിവിസ്റ്റ്, ഈ ചർച്ചയിൽ പങ്കെടുത്തു. ശ്രീ മുരളീധര വാര്യർ, അഖില കേരള വാര്യർ സമാജം ജനറൽ സെക്രട്ടറി, ചർച്ചയിൽ പങ്കെടുത്തതിന്. ഈ വിഷയത്തിൻ്റെ പ്രസക്തി വളരെയേറെയാണ്, അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എല്ലാ തരത്തിലുള്ള സമവായത്തോടെ, സഹിഷ്ണുതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇതെന്നുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.